നമസ്തേ. ഭാരതവുമായി വീണ്ടും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് പാകിസ്ഥാൻ. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെയാണ് പ്രശ്നപരിഹാരത്തിന് സമീപിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ വഴിയുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഉപരിയായി സിന്ധു നദീജല കരാർ റദ്ദാക്കലിലൂടെ പാകിസ്ഥാൻ്റെ കുടിവെള്ളം മുട്ടിച്ചതാണ് വലിയ ആഘാതം. ചരക്ക് നീക്കത്തിലും ഇറക്കുമതിയിലും വരുത്തിയ നിയന്ത്രണങ്ങളും പൊതുവെ സാമ്പത്തികമായി നടുവൊടിഞ്ഞ പാകിസ്ഥാൻ്റെ അവസ്ഥ ഏറെ പരിതാപകരമാക്കി. വെള്ളത്തിൽ വീണ പാകിസ്ഥാൻ്റെ ദയനീയതയാണ് ജനം ഡിബേറ്റിൽ ചർച്ച ചെയ്യുന്നത്. കോസ്റ്റ് ഗാർഡ് മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രഭാകരൻ പലേരി, കരസേന മുൻ ഉദ്യോഗസ്ഥൻ കേണൽ എസ് ഡിനി, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ പ്രഭാകരൻ പലേരി, ചർച്ചയ്ക്കായി വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഭാരതം തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനകം തന്നെ ഒറ്റ കണ്ടീഷനാണ് മുന്നോട്ട് വച്ചത്: പാക് സംരക്ഷണയിലുള്ള ഭീകരവാദികളെ വിട്ടുതരണം. അതിലൊരു തീരുമാനമുണ്ടാവാതെ ഡിസ്കഷൻ ടേബിളിൽ ഇരിക്കില്ല. എന്നിട്ടും എന്തായിരിക്കാം ഈ ആവർത്തിച്ചുള്ള അപേക്ഷയ്ക്ക് കാരണം? ഡോക്ടർ പലേരി, ഒന്ന് അൺമ്യൂട്ട് ആക്കണോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. പാകിസ്ഥാനുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ രണ്ട് വിഷയങ്ങളിൽ മാത്രമേ ഇന്ത്യ ചർച്ചയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. ബാക്കിയൊന്നും ഇന്ത്യയിൽ താല്പര്യമില്ല എന്ന് നമ്മൾ മുൻകൂട്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയുമാണ്. അല്ലാതെ പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് ഇരിക്കേണ്ട യാതൊരു ആവശ്യവും ഇന്ത്യക്ക് ഇല്ല. രണ്ട് വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, പാകിസ്ഥാൻ ഭീകരവാദത്തിനെ സഹായിക്കുന്നത് എത്രയോ വർഷങ്ങളായി ചെയ്യുന്ന ഈ സംഗതി ഉടനെ നിർത്തലാക്കണം. രണ്ടാമത്, പാകിസ്ഥാന്റെ അധീനതയുള്ള കശ്മീരിന് എങ്ങനെയാണ് വിട്ടുതരിക എന്താണ്, അതിനുള്ള ചർച്ച മാത്രമേ ഇന്ത്യ ഏറ്റെടുക്കുകയുള്ളൂ. അത് പ്രധാനമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് വേറെ യാതൊരു ചർച്ചയ്ക്കും ഇന്ത്യ തയ്യാറാവില്ല. കാരണം ആവശ്യമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. അതൊക്കെ സമയം നീട്ടിക്കൊണ്ടുപോകുക എന്നൊക്കെയുള്ള ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയായിരിക്കും, അവരുടെ സ്വന്തം താല്പര്യത്തോടു കൂടിയായിരിക്കും, അവരുടെ നാട്ടുകാർക്ക് വേണ്ടിയോ അവരെ സഹായിക്കുന്നവർക്ക് വേണ്ടിയോ ഉള്ള ഒരു അഭിനയമായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, അതാണ് എൻ്റെ ശരി. അപ്പോൾ ഇന്ത്യ ഒരു തരത്തിലും ഒരു കാര്യത്തിലും പാകിസ്ഥാനുമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് എന്റെയും ഉറച്ച അഭിപ്രായം. കാരണം ഇന്ത്യക്ക് കിട്ടിയ ഒരു പക്ഷേ അവസാനത്തെ ഒരു സന്ദർഭമാണ് ഇത്. ആ സന്ദർഭം ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ സൈനികരാണ്, നമ്മുടെ വളരെ പരിചയമുള്ള ഭരണകർത്താക്കളാണ്, നമ്മുടെ വളരെ അധികം അധ്വാനിക്കുന്ന ബ്യൂറോക്രാറ്റ്സുകളാണ്, ഇന്ത്യയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു അവസരം ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടികളിലെ പല നേതാക്കന്മാരും ലോകത്തിന്റെ പല ഭാഗത്തും പോയിട്ട് ഇന്ത്യയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ ഒരേ ഒരു അവസരം, അതും അവസാനത്തെ അവസരമാണ്. ഈ അവസരത്തിലെങ്കിലും നമ്മൾ പഴയ എല്ലാം മാറ്റിയെടുത്തിട്ട് പുതിയ ഒരു ജീവിതം ജീവിക്കണം. അത് തന്നെയായിരിക്കും പാകിസ്ഥാനും അനുകൂലം എന്നാണ് ഞാൻ പറയുക. പാകിസ്ഥാന്റെ അധീനതയുള്ള കശ്മീരിനെ ഇന്ത്യക്ക് ഉടനെ തിരിച്ചേൽപ്പിക്കുക, എല്ലാ ഭീകരപ്രവർത്തനങ്ങളും തടയുക, അതിന് ഇന്ത്യയുടെ സഹായവും എടുക്കുക. ഇതാണ് പാകിസ്ഥാൻ ചെയ്യേണ്ടത്. പാകിസ്ഥാന് ഏകദേശം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും. പക്ഷെ അതിന് പാകിസ്ഥാൻ വഴങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ അതിനകത്ത് തന്നെ വളരെയധികം പ്രശ്നങ്ങളുണ്ട്. ഒരിക്കലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനമെടുക്കുന്ന മാതിരി പാകിസ്ഥാനെ പറ്റി ഒരിക്കലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് തീരുമാനമെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെയും പാകിസ്ഥാൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു പരാജയം പാകിസ്ഥാന് സംഭവിക്കുകയാണെങ്കിൽ
എന്തിലേക്കെങ്കിലും പാകിസ്ഥാൻ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ പാകിസ്ഥാന്റെ അവസാനത്തിലേക്കുള്ള ഒരു ഉറച്ച നീക്കമായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇന്ത്യ ഒരു തരത്തിലും സമ്മതിക്കില്ല. അത് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഞാൻ അതിനെ എല്ലാ തരത്തിലും പിന്താങ്ങുകയാണ്. രണ്ട് സംഗതികൾ ഒഴികെ, ഒന്ന്, ഭീകരപ്രവർത്തനങ്ങളൊക്കെ ഇനി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ഇന്ത്യക്ക് നൽകുക. ആ ഭീകരപ്രവർത്തനങ്ങളെ തടയുവാൻ ഇന്ത്യയോട് തന്നെ സഹായം ചോദിക്കുക. രണ്ട്, പാകിസ്ഥാന്റെ അധീനതയുള്ള കശ്മീർ ഇന്ത്യക്ക് കൊടുക്കുക. ഇത് രണ്ടും പാകിസ്ഥാനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതും എനിക്കറിയാം. പക്ഷേ നമ്മുടെ ഗവൺമെന്റിന് അത് സാധിപ്പിച്ചെടുക്കുവാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് പാകിസ്ഥാനും വളരെ നല്ലത്. ഇതിലും നല്ല ഒരു സംഗതി പാകിസ്ഥാന് ലഭിക്കാനില്ല. കാരണം അങ്ങേ അറ്റത്തെ അവശതയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇനി ഒന്ന് വീഴുകയേ വേണ്ടു. ഒരു ഉന്തും കൂടെ കൊടുത്താൽ പാകിസ്ഥാൻ വീഴും. പിന്നീട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിലും ഇതേമാതിരിയുള്ള പാകിസ്ഥാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ തന്നെ പലതും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ സഹായിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു രാജ്യം ഈ ലോകത്തിൽ ഇന്ത്യ മാത്രമാണെന്ന് പാകിസ്ഥാന് മനസ്സിലാകണം. അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാകേണ്ട ആവശ്യമുണ്ട് എന്നാണ് ഞാൻ പറയുക. ഓക്കെ, കേണൽ ഡിനി, എന്താണ് താങ്കളുടെ നിരീക്ഷണം? എന്തായാലും ഭാരതം മുന്നോട്ട് വെച്ച രണ്ട് ഉപാധികൾ, ആ രണ്ട് ഉപാധികൾ പെട്ടെന്നൊന്നും അംഗീകരിക്കാൻ പാകിസ്ഥാന് സാധ്യമല്ല. നമുക്കറിയാം, ഭീകരവാദം ഉപേക്ഷിച്ചൊരു പാകിസ്ഥാൻ, അത് സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എന്നിട്ടും ഇങ്ങനെ വാതിലിൽ മുട്ടുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്ത് മനസ്സിലാക്കിയിട്ടായിരിക്കാം? ശ്രീ അനിൽ, ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഒരു പാകിസ്ഥാന്റെ സ്ട്രാറ്റജി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഒരു പാറ്റേൺ, പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള പാറ്റേൺ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. ഇതൊരു അവരുടെ ഒരു നരേറ്റീവ് അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള ഒരു കാര്യമാണ്. എന്താണ് അവരുടെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ, ആദ്യം ഭീകരവാദം ചെയ്യുക, ഭീകരവാദം ചെയ്തിട്ട് പറയുക ഇത് ഞങ്ങളല്ല ചെയ്തത്, ഇത് ഭാരതം തന്നെ ചെയ്തതാണ് എന്ന് പറയുക. പിന്നീട് പറയുക ഓക്കെ നിങ്ങളാണ്, പ്രഷർ വരുമ്പോൾ പറയുക ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ തെളിവ് കാണിക്കാൻ പറയും. പിന്നീട് നമ്മൾ തിരിച്ചടി കൊടുക്കും. തിരിച്ചടി കൊടുക്കുമ്പം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അവിടെ അവർ വലിയ രീതിയിൽ ആഘോഷം നടത്തും. അതായത് അവർ തന്നെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിൽ പണ്ടത്തെ ചൈനീസ് കാർ എക്സസൈസ് ചെയ്ത അതേ ചിത്രം അവരുടെ ഫീൽഡ് മാർഷലിന് പ്രൈം മിനിസ്റ്റർ കൊടുക്കുന്ന സമ്മാന രീതിയിലേക്ക് വെക്കും. ആ രീതിയിലുള്ള ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവരത് ലോകത്ത് മൊത്തം പറഞ്ഞു നടക്കും, നമ്മളാണ് ജയിച്ചത്, നമ്മളാണ് എന്തൊക്കെയോ ചെയ്തെന്നുള്ള രീതിയിൽ. ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത്. ഇത് തന്നെയാണ് പർവേസ് മുഷറഫ് ചെയ്തത്, ഇത് തന്നെയാണ് മുൻപും ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് അവരുടെ ഒരു പാറ്റേണിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാം. അതാണ് അവരുടെ ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ എന്തിനാണ് അവർ ചെയ്യുന്നത് വെച്ചാൽ നോക്കൂ, ഇപ്പം ഷബാസ് ഷെരീഫും ഒരു വിദേശ മണ്ണിലാണ് പറഞ്ഞത്, ഇറാനിലാണ് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെ ലോകത്തിന്റെ മുന്നിൽ ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്, ഞങ്ങൾ അവിടെ ആ ഏരിയയിൽ പീസ് വേണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷെ ഭാരതമാണ് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. അതാണ് അവരുടെ രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി. മൂന്നാമതായിട്ട് അവർ ഇത് ഭാരതത്തിന്റെ മുകളിൽ പ്രഷർ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും നമ്മൾ വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. അത് കാരണം എന്താണ്, അവർക്ക് ഇപ്പം നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇപ്പൊ നമ്മൾ ഒരു സിംബോളിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അവർ ചെവിക്കുറ്റിക്ക് അടി കൊടുക്കുന്നു പറയത്തില്ലേ, ആ ചെവിക്കുറ്റിക്ക് അടി കൊടുക്കുന്ന കണക്കാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു 9 അവരുടെ ടെറർ ക്യാമ്പിന്, പിന്നെ ഒരു 13 അവരുടെ ഓരോ എയർ ബേസിന് കൊടുത്തു. ഓരോ അടിയും അവരുടെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ അത് അവരുടെ എന്താ പറയുക എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം അല്ല, അതായത് അവരുടെ നിലനിൽപ്പിനുള്ള ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. അത് അടി കിട്ടി, നാണക്കേടായി, അവർക്ക് പാഠം കിട്ടി. പക്ഷെ അതിലും വലിയൊരു കാര്യമാണ് ഈ സിന്ധു നദി കരാറിൽ നമ്മൾ അവരുടെ കഴുത്തിന് പിടിച്ചു വെച്ചിരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. അതാണ് അതിന്റെ സത്യം. കാരണം ആ കഴുത്തിന്റെ പിടി നമുക്ക് എപ്പോ വേണമെങ്കിലും അതിനെ പതുക്കെ ഞെരിക്കാം, നമുക്ക് വേണമെങ്കിൽ തുറക്കാം. അത് ആ കറക്റ്റ് ആയിട്ട് ആ പിടി അവരുടെ കഴുത്തിലാണ് ഇരിക്കുന്നത്. അത് എപ്പോ വേണമെങ്കിലും നമുക്ക് അവർ എപ്പോഴും ജഗുലർ വെയിൻ എന്ന് പറയുന്നത് നമ്മൾ അവർ ആക്ച്വലി ഇപ്പൊ നമ്മളാണ് അവരുടെ ജഗുലർ വെയിനിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇന്നത്തെ പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാലും ശരി, നമ്മൾ ഒരു തുള്ളി വെള്ളം, ഭാരതത്തിന് അർഹതപ്പെട്ട ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോത്തില്ല എന്ന് പറയുന്നതിന് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ അവരൊരു 70% to 80% വരെ ഈ ഒരു കരാറിലൂടെ വെള്ളം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അർഹതപ്പെട്ട വെള്ളം പോലും നമ്മൾ അതിനെ ഒന്നും ചെയ്യാതെ നമ്മൾ അങ്ങോട്ട് വിടുകയായിരുന്നു. അപ്പം ഓൾറെഡി പാകിസ്ഥാന്റെ ഉള്ളിൽ വെള്ളത്തിന്റെ ക്ഷാമം ഉള്ള ഒരു രാജ്യമാണ്. വെള്ളത്തിന് ചൊല്ലി സിന്ധും പഞ്ചാബ് പ്രൊവിൻസും തമ്മിൽ അടി നടക്കുന്ന ഒരു രാജ്യമാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സമയം. ഇപ്പൊ 70% എന്നുള്ളത് നമ്മൾ ഒരു 20% കുറച്ചാൽ മതി. അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, തുല്യനീതി, 50% നിങ്ങൾ 50% നമ്മൾ എന്നുള്ള രീതിയിൽ തന്നെ ആക്കിയാൽ തന്നെ അവർക്ക് വലിയ തിരിച്ചടി വരും. അത് കൂടാതെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ നോക്കൂ, നമ്മുടെ പ്ലാൻസ് ആക്ച്വലി
അത് പുറത്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മളത് ഒഫീഷ്യലി നമ്മളൊന്നും കൺഫർമേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇൻഡസ് ചെനാർ റിവറിൽ ഒരു കനാലുണ്ട്, രൺബീർ കനാൽ എന്ന് പറഞ്ഞ, അതിന്റെ വിട്ട് ഒരു ഇച്ചിരി ഒന്ന് കൂട്ടുകയാണെങ്കിൽ നമ്മൾ 40 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അതിനെ ചെയ്തത്. അതിനെ നമുക്ക് 150 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഫ്ലോയിൽ മാറ്റാം. അത് നമുക്ക് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാം. പിന്നീട് നമ്മൾ അതിനകത്ത് പല ട്രിബ്യൂട്ടറീസിൽ നമുക്ക് ചെക്ക് ഡാം അല്ലെങ്കിൽ ഡാം പണിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം നമുക്ക് തടഞ്ഞാൽ തന്നെ അതിനങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം വരും. ഇപ്പൊ ഏകദേശം 3800 മെഗാ വാട്ടാണ് അതിന്റെ ഇലക്ട്രിസിറ്റി. അത് നമ്മൾ 12,000-ലേക്ക് ഉയർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം വലിയ പ്രശ്നം ഉണ്ടാവും. അത് അവരുടെ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം ആയിട്ട് മാറും. കാരണം ഇത് കൂടാതെ നമുക്ക് വേണ്ട സമയത്ത് വെള്ളം തുറന്നുവിടുകയും ആവശ്യമുള്ള സമയത്ത് നമുക്ക് നിർത്താനുള്ള ഒരു ശേഷിയുണ്ട്. അപ്പൊ ആ രീതിയിലേക്കുള്ള ആ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അവരുടെ ഡെയിലി ജീവിത രീതി, ഡെയിലി ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് നമുക്കത് മാറ്റാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് ഭാരതത്തിനെ എങ്ങനെയെങ്കിലും അവരൊരു ചർച്ചയിൽ കൊണ്ടുവന്ന് ഒരു ഫോറിൻ മീഡിയേഷനിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഈ സിന്ധു നദീ കരാറിൽ നിന്ന് അവരെ ഒന്ന് രക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ ഈ ഒരു ചർച്ചയിലേക്ക് വരും എന്നുള്ളത്. പക്ഷെ അവർ മനസ്സിലാക്കുന്ന കാര്യം എത്ര ബുദ്ധിമുട്ടായിട്ടാണ് ഈ ഒരു പ്ലാൻ ചെയ്ത് നോക്കും. നമ്മൾ അതിൽ നിന്ന് പിന്മാറി എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ അതിനെ പറഞ്ഞിരിക്കുന്നത് കെപ്റ്റ് ഇൻ അബയൻസ്, അതായത് താൽക്കാലികമായിട്ട് നമ്മളത് മാറ്റി. ഈ താൽക്കാലികം എന്ന് പറയുമ്പോൾ നമ്മളത് ആരും പറയത്തില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ട് പിന്മാറി. നമ്മൾ പിന്മാറിയിട്ടില്ല, നമ്മൾ താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്, മരവിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സ്വഭാവം ശരിയാവണമെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്റർനാഷണൽ ബോഡിയിൽ എവിടെ പോയാലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൗണ്ട് റിയാലിറ്റീസ് മാറുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്ഷൻ ഉണ്ട്, നമുക്കത് ചെയ്യാൻ വേണ്ടി. അതായത് എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റീസ്? നിങ്ങൾ ഇവിടെ നമ്മളെ ഭാരതത്തിന്റെ ഉള്ളിൽ വന്ന് ഭീകരവാദം ചെയ്തു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ട് റിയാലിറ്റീസ് മാറുകയാണ്. ഞങ്ങളെ ഭാരതത്തിനുള്ളിൽ വന്ന് യുദ്ധം ചെയ്യാനുള്ള ശ്രമമാണെങ്കിൽ അത് യുദ്ധസമാനമായിട്ടുള്ള രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റീസ് മാറി. ആ ഗ്രൗണ്ട് റിയാലിറ്റീസ് മാറുന്നതനുസരിച്ച് വർഷങ്ങളോളം ഭാരതം എടുത്ത ഒരു സമീപനമാണ് സിന്ധു നദീ കരാറിനെ റീവർക്ക് ചെയ്യണമെന്ന്. ഇത് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞതല്ല, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ ഏതൊരു കോർട്ടിൽ പോയാലും, ഇന്റർനാഷണൽ കോർട്ടിൽ പോയാലും, ആരുടെ ജുറിസ്ഡിക്ഷനിൽ വന്നാലും, വേൾഡ് ബാങ്കിനാലും ശരി, ഭാരതം സംബന്ധിച്ചോളം അവിടെ ഒരു ലീഗലായിട്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇത് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിത മരണ പോരാട്ടം അതാണ്. നേരത്തെ അസീം മുനീറിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞത്, അതായത് നിങ്ങൾ ഞങ്ങളെ വെള്ളം തടയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ശ്വാസം തടയും എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുന്നത്. അതൊക്കെ പറയാം, അത് അവർക്ക് പറയാമല്ലോ, അത് അവരുടെ അത് പറയാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാം ഈ കാര്യത്തിന്റെ ഇപ്പം ഇതിന്റെ അപ്പർ ഹാൻഡ് ഇരിക്കുന്നത് ഭാരതത്തിന്റെ കയ്യിലാണ്. അപ്പൊ ഇനി എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ഈസാക്കി തിരിച്ച് ഒരു സ്റ്റാറ്റസ് കോ മുൻകാലങ്ങളിൽ എങ്ങനെയാണോ ആ രീതിയിലേക്ക് ആക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഇനി ഒരു കാലത്ത് ശ്രീ അനിൽ, ഒരു കാലത്തും നേരത്തെ എങ്ങനായിരുന്നു സിന്ധു നദി കരാർ, ആ കരാറിലേക്ക് ഒരിക്കലും പോകാൻ പോകുന്നില്ല. 1960 സിന്ധു നദി കരാർ ഡെഡ് ആണ്. ഇനി വരുന്നത് പുതിയതായിരിക്കും, അത് പുതിയ വ്യവസ്ഥ വെച്ചായിരിക്കും, അതും പാകിസ്ഥാൻ അറിയാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ, കുടിവെള്ളം മുട്ടിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷേ പാകിസ്ഥാന് അകത്ത് നിന്ന് പാകിസ്ഥാൻ ജനത തന്നെ ഒരുപക്ഷെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്ന രീതിയിലുള്ള കടുത്ത സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ പാക് പ്രധാനമന്ത്രി രണ്ടാം വട്ടവും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തെ സമീപിച്ചിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് അത്. ഈ നോൺ വയലൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇന്ത്യ കാണിച്ചു കൊടുക്കുന്ന ഒരു ഘട്ടമായിട്ടാണിത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ ആ വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് വരൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതെല്ലാം വഴിയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം കുഴപ്പങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ കണ്ടത് എന്താണ്? ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു വശത്ത്, മറുവശത്ത് ആ ബന്ദികളായിട്ടുള്ള ആളുകളെ വെച്ച് വില പേശുന്നു, അവരുടെ ശവശരീരം വെച്ചിട്ട് അവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, അത് വിട്ടുകിട്ടാതെയുള്ള പ്രശ്നങ്ങൾ, ആ വിട്ടയക്കുന്ന ആളുകൾ അവരുടെ അവസ്ഥ കണ്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും ഇതിന് ഒരു സാധ്യത, ഒരു സമവായത്തിനുള്ളൊരു ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ പവർ പൊസിഷനിൽ നിന്നിരുന്നത് ആരാണ്? ഇസ്രായേൽ തന്നെയാണ്. പക്ഷെ എന്നിട്ട് പോലും ഇസ്രായേലിന് ഇത്ര നാളായിട്ടും സാധിക്കാത്തൊരു കാര്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവരെ ആ ഒരു രീതിയിൽ പ്രഷറൈസ് ചെയ്യാൻ കഴിയുന്നില്ല. പറയുമ്പോൾ ഇന്ത്യയും ഇസ്രായേലും വെച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ശരിക്കും ഒറ്റയ്ക്കാണ്. നമുക്കൊരു സുഹൃത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം പോലും ഇല്ല നമ്മുടെ കൂടെ എന്ന് വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാം. എല്ലാം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള താൽക്കാലികമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറയാവുന്ന നമ്മൾ
ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളെ കൂടെ ആരുമില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പേരിനുള്ളത് ഇസ്രായേൽ മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. അത് തൊട്ടടുത്തൊന്നും അല്ലാതാണ്. US പോലും നമ്മളോട് കാണിച്ചെന്താന്ന് കണ്ടു. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ വളരെയധികം സൗഹൃദ ബന്ധം, പ്രധാനമായിട്ട് ഇനി ആരില്ലെങ്കിലും US ഉണ്ട് എന്ന് പറയുന്നു. പിന്നെ അതുകൂടാതെ തൊട്ടടുത്ത അറബ് രാഷ്ട്രങ്ങൾ അവർ പരോക്ഷമായിട്ടാണെങ്കിലും ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നു. കാരണം അവരുടെ നാട്ടിലുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നത് ഇസ്രായേലിൻ്റെ സഹായത്തോട് കൂടിയായതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ വേണം എന്നും കൂടി അറിയാം. എന്നാൽ പോലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ അവിടെയുള്ള ചുറ്റുമുള്ള 6-7 രാജ്യങ്ങൾ ഒരുമിച്ച് മിസൈലുകളും ബാലിസ്റ്റിക്സ് മിസൈലുകളൊക്കെ ഒരുമിച്ച് അയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ സൗദി അറേബ്യയൊക്കെ അവരുടെ എയർ സ്പേസ് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് ഇസ്രായേലിന് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ അങ്ങനെ സഹായം കൊടുക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നമ്മൾ എന്താ കണ്ടത്? ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് അവിടെ ഭൂകമ്പം വന്നപ്പോൾ നമ്മൾ സഹായിച്ചു എന്ന് പറയുന്ന തുർക്കി പോലും നിന്നത് പാകിസ്ഥാനോടൊപ്പമാണ്. ഇതാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു. പക്ഷേ എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു തുള്ളി ചോര പോലും നമ്മൾ ചിന്താതെ, അതിൽ ഒരു സിവിലിയൻ ആയിട്ടുള്ളൊരു കാഷ്വാലിറ്റിയും ഉണ്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പഴി നമ്മൾ കേൾക്കാൻ ഇടവരുത്താതെ നമ്മൾ അവരെ മുട്ടുകുത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അവരെ അപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് ഇതിന് തുടക്കമിട്ട ആളുകൾ തന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്ന ഒരു അവസ്ഥ. അവിടെയാണ് നമ്മൾ ഹമാസിനെയും ഇസ്രായേലിനെയും ഒന്ന് തുലനം ചെയ്ത് നോക്കുമ്പോൾ ആ വ്യത്യാസം നമ്മൾ കാണുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ ഇതിൻ്റെ നമ്മൾ സാധാരണ പറഞ്ഞ യുദ്ധതന്ത്രം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ യുദ്ധം എന്ന് പറയുന്നത് ഒരുപാട് വലിയ ആയുധങ്ങളോ വലിയ പടക്കോപ്പോ ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയോടൊക്കെ നമ്മൾ വിയോജിക്കേണ്ടി വരേണ്ടത്. അതായത് ഇതിന്റെ ഇടയിൽ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിമാനം എത്ര എണ്ണം പോയി, വെടിയുണ്ട് എത്ര എണ്ണം പോയി, ഡീസൽ എത്ര ചെലവായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ ഇതിന്റെ ഔട്ട്കം ആണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കാതെ ഇതിലെന്ത് സംഭവിക്കുന്നു, ഇതിന്റെ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത കൊടുക്കാതെ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പണ്ട് ഈ ബോഫോഴ്സ് അടക്കമുള്ള വിഷയങ്ങളിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഊക്കിന്റെ അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയായിട്ടാണ് ഇത് കണ്ടത്. അതിലൂടെ എന്തെങ്കിലും അഴിമതി ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പോലും നമുക്ക് പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞാനിവിടെ ചോദിച്ചതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു രാജ്യം, അത് തന്നെ ഇതുപോലെ ഒരു തുള്ളി ചോര പോലും നോൺ വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അപ്രമാദിത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ എല്ലാം കൊണ്ടും ലോകത്തിനൊരു മാതൃകയാവുന്ന ഒരു രീതിയിൽ, അതും നമ്മളിപ്പോൾ അത്ര വലിയ സാമ്പത്തിക ശക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം 4ാം സ്ഥാനത്തേക്കായി എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്നാൽ പോലും നമുക്കറിയാം ഇത്രമാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് നമുക്ക് എത്ര തുക ഒരു യുദ്ധ ബജറ്റായിട്ടൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. അതിനൊക്കെ വളരെ വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം ന്യൂക്ലിയർ സൈറ്റ്സ് പോലും അവിടെ അറ്റാക്ക് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോഴും അവിടെ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഇല്ലാതെ നമുക്ക് നോക്കാനൊക്കെ സാധിക്കുമ്പോൾ ഇതൊരു വലിയ മാതൃകയാണ്. ഇത് ലോകത്തിന് കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ്. നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ്ലെസ് വാർ എന്നൊക്കെ പറഞ്ഞ് ഇനി ആധുനിക ലോകത്തിന് ആരെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കുക. ഇനി ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു നദീജല കരാറ് റദ്ദാക്കുന്ന ഒരു അവസ്ഥ ആദ്യം തന്നെ നമ്മൾ അതാണല്ലോ ചെയ്തത്. ഈ യുദ്ധത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ റെസ്പോൺസ് അതായിരുന്നു ആദ്യം. ആ സമയത്ത് എന്തായാലും നമ്മളിവിടെ കേട്ടത് വെള്ളം മുട്ടിക്കരുത്, അത് കളക്റ്റീവ് പണിഷ്മെന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിലവിളിക്കുന്ന കുറെ ആളുകളെ നമ്മൾ കണ്ടു. അവരോടൊക്കെയാണ് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ എന്ത് പറയുന്നു? ഇത് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നിങ്ങൾ ഈ വട്ടത്തിൽ ചുറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. കത്രിക പൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഇതാണ് നമ്മളിവിടെ കാണുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഡിപ്ലോമാറ്റിക്കലി, അതോടൊപ്പം തന്നെ മിലിറ്ററിലി, പിന്നെ ഇതുപോലെയുള്ള ചില ബേസിക് നീഡ്സ് വെച്ചുകൊണ്ട് പോലും നമ്മൾ അവരെ ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ തളച്ചിടും. എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിൻ്റെ കുറവ് ചെറിയ തോതിലൊന്നല്ല അവരെ അഫക്റ്റ് ചെയ്ത്, മോർ ദാൻ 50% എങ്കിലും അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന കണക്കുകൾ ഒക്കെ കാണുമ്പോൾ. അങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ലോങ് റണ്ണിൽ അത് വലിയ തോതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഫാമേഴ്സ് അവരുടെ ഇന്റർണൽ 50% എഫക്റ്റഡ് പെട്ടെന്ന് ആകുന്ന ആരും കരുതിയില്ലാന്ന് തോന്നുന്നു അല്ലേ? അതെ. ഈ സീസൺ നമ്മൾ നോക്കണമല്ലോ. ഈ വെള്ളം ആവശ്യമുള്ള അവരുടെ സെലക്ഷൻ മാറിപ്പോയി. മഴക്കാലത്തായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും പ്രശ്നം ആയിക്കോളുന്നില്ല. ഇത് ഈ കാലഘട്ടം കൂടി അവർ ഓർക്കണമായിരുന്നു.
അപ്പൊ ഇങ്ങനെയുള്ള ഓരോ സംഗതികളും കൂടി നമ്മൾ നോക്കുമ്പോഴാണ് എല്ലാം കൊണ്ട് പ്രതികൂലമായ ഒരു സംഗതി. പിന്നെ ഇത് ഒളിപ്പിച്ചു വെക്കാൻ അവർ ആ കൂടി ചെയ്യുന്ന എന്താണ്, അസീം മുനീറിന് പിടിച്ചിട്ട് ഒരു സ്ഥാനക്കയറ്റമൊക്കെ കൊടുത്ത് ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കണ്ണിൽ പൊടിയിടുന്നു. ഇതൊക്കെ മതി ഇവരെ പോലെയുള്ള ആളുകൾക്ക് സന്തോഷിക്കാൻ. നമ്മൾ തമാശക്കാണെങ്കിലും പറയാണ്ട് ഈ എന്താണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുകളിൽ വരുന്നത് എല്ലാവരും ചിന്തിക്കാറുണ്ട്. ഇതുകൊണ്ടാണ് വരുന്നത്. ഇതുപോലെയുള്ള ചില ഫൂൾസ് പാരഡൈസിൽ ഇരുന്നിട്ട് ഇതുപോലുള്ള ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് അവരിങ്ങനെ സന്തോഷിച്ച് സദാസമയം ചിരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാകണം അവരിതിൽ മുന്നിൽ നിൽക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും ഇത് നമുക്ക് അഭിമാന നിമിഷമായിട്ട് തന്നെയാണ് കാണാൻ കഴിയുക. ഇത് എന്ന് വെച്ചാൽ ഇത് യുദ്ധം തീർന്നു എന്നോ അറ്റാക്ക് അല്ലെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് അവസാനിച്ചു എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ വളരെ സക്സസ്ഫുള്ളി ആ മൈൽ സ്റ്റോൺസ് ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു. ആ ഘട്ടം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, പ്രഭാകരൻ സാർ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ഡിസ്കഷന് ഭാരതം തയ്യാറാവേണ്ട കാര്യമേ ഇല്ല, ഭാരതത്തിന് ആവശ്യമേ ഇല്ല. പക്ഷേ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി പാകിസ്ഥാൻ ചിന്തിക്കുമോ? അതായത് രണ്ട് ഉപാധികളാണല്ലോ മുന്നോട്ട് വെച്ചത്. ഭീകരവാദം അവസാനിപ്പിക്കുക, പാക് ഭീകരവാദികളെ ഭാരതത്തിന് കൈമാറുക, അതുപോലെ POK വിട്ടുകൊടുക്കുക. ഈ രണ്ട് ഉപാധികളാണല്ലോ പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഡിസ്കഷനുള്ളൂ, ഫർദർ ഡിസ്കഷനുള്ളൂ. പാകിസ്ഥാൻ ഭാരതം മുന്നോട്ട് വെച്ച ഉപാധികൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് കരുതുന്നുണ്ടോ? ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ലോകത്തോട് ടാൻജൻഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി വല്ല ഡിസ്കഷനും വേണമെങ്കിൽ അത് ഈ രണ്ട് വിഷയത്തിൽ മാത്രമേ ആയിരിക്കുകയുള്ളൂ. ഒന്ന്, പാകിസ്ഥാൻ എന്നേക്കുമായി ഭീകരവാദം ഉപയോഗിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചില അനുബന്ധങ്ങളും ഉണ്ട്. അതായത് ഇപ്പോഴുള്ള ടെററിസ്റ്റുകളെ വിട്ടുകൊടുക്കുക എന്നൊക്കെയുള്ള അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, പാകിസ്ഥാന്റെ അധീനതയുള്ള കാശ്മീർ എങ്ങനെയാണ് എപ്പോഴാണ് വിട്ടുകൊടുക്കുക അതിനെപ്പറ്റിയുള്ള ചർച്ച. ഈ രണ്ട് വിഷയങ്ങളെ പറ്റി മാത്രമേ ഇന്ത്യ ചർച്ച ചെയ്യുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് വാസ്തവത്തിൽ വേണ്ടത്. വേറെ ഒരു വിഷയവും നമുക്കില്ല അവരുമായിട്ട്, യാതൊരു പ്രശ്നവും നമുക്ക് അവരോടില്ല. നമ്മൾക്ക് വേണമെങ്കിൽ അവരെ വളരെയധികം സഹായിക്കാൻ സാധിക്കും, പലതരത്തിലും സഹായിക്കാൻ സാധിക്കും. അത് പാകിസ്ഥാനും അറിയാം. പക്ഷെ പാകിസ്ഥാനിലെ ചില പ്രത്യേക വ്യക്തികൾ, അതായത് ഏറ്റവും ശക്തരായിട്ടുള്ള ചില പ്രത്യേക വ്യക്തികൾ, അവർ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളാണ്, അധികം ആളുകളില്ല. പക്ഷെ അവരുടെ കയ്യിലാണ് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർക്ക് അത് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. സാധാരണ ജനങ്ങൾക്ക് അധികാരമില്ല, ഗവൺമെന്റിനും അധികാരമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അന്നും ഇന്നും എത്രയോ വർഷങ്ങളായി. അപ്പോൾ പാകിസ്ഥാൻ മെല്ലെ 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 ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും. 6-ാം തീയതി, നമ്മൾ 7-ാം തീയതിയാണ് പാകിസ്ഥാനെ ആക്രമിച്ചിട്ടുള്ളത്. 6-ാം തീയതി 14ഓളം പാകിസ്ഥാൻ ജവാന്മാര്, ഓഫീസർമാരെ, ആർമി ഓഫീസർമാരെ, ഒരു പ്രത്യേകം പാകിസ്ഥാൻ അകത്തുള്ള ആർമി വധിച്ചിട്ടുണ്ട് തലേന്ന് തന്നെ. അപ്പോൾ പാകിസ്ഥാന്റെ ആർമി പലതരം ഫ്രണ്ടിലാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. താലിബാനുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുടെ ഒന്നും മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റാതെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങേയറ്റത്തെ ധർമ്മ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഒരേ ഒരു നല്ല സംഗതി അവിടെ നടന്നിട്ടുള്ളൂ. അതാണ് ഒരു ജനറലും കൂടെ ഫീൽഡ് മാർഷലായി എന്നുള്ള സംഗതി. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗതിയായിരിക്കും. പിന്നെ പാകിസ്ഥാനെ ഫീൽഡ് മാർഷൽ ആക്കണമെങ്കിൽ, ഒരു ജനറലിനെ ഫീൽഡ് മാർഷൽ ആക്കണമെങ്കിൽ ആ ജനറലിന് മാത്രമേ കഴിയൂ, പ്രധാനമന്ത്രിക്കൊന്നും കഴിയില്ല. അത് ഞാൻ പറയാം, ഒരു തമാശ രൂപത്തിലാണെങ്കിലും കൂടെ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഈ രണ്ട് സംഗതികൾ, ഒന്ന് പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കാം എന്നുള്ള തയ്യാറെടുപ്പോടുകൂടെ ഇന്ത്യയിലേക്ക് വരിക. രണ്ടാമത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ, പാകിസ്ഥാന്റെ അധീനതയുള്ള കാശ്മീർ എങ്ങനെയാണ്, എപ്പോഴാണ് തിരിച്ചു കൊടുക്കാനുള്ള ശ്രമം എങ്ങനെ തുടങ്ങണം എന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിക്കണം. അത് രണ്ടും തന്നെ ഒരുപാട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകളായി മാറാം. ഇത് രണ്ടും മാത്രമേ ഇന്ത്യക്ക് ആവശ്യമുള്ളൂ. അത് ഇന്നല്ല, അന്നും ഇത് തന്നെയാണ് അവസ്ഥ. 20,000-ഓളം ഇന്ത്യക്കാരെ ടെററിസ്റ്റുകാർ, ഭീകരവാദികൾ വധിച്ചു എന്ന് 2-3 ദിവസം മുമ്പാണ് നമ്മൾ സെക്യൂരിറ്റി കൗൺസിലിൽ പറഞ്ഞിട്ടുള്ളത്. 20,000-ഓളം ജനങ്ങളെ ഭീകരവാദത്തിൽ കൂടെ തന്നെ നമ്മൾ വധിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭീകരവാദികൾ വന്ന് നശിപ്പിച്ചിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്.
പാകിസ്ഥാനും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന ആ സമയത്ത് 20 ലക്ഷം ആളുകളോ അവരുടെ മരണത്തിന് അത് കാരണമാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലും പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്കൊരു ദുശ്ശകുനമായിട്ടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഈ പാകിസ്ഥാനെ സഹായിക്കുവാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് മാത്രമാണ്. നമ്മൾ ഒറ്റക്കാണ്, അതുപോലെ തന്നെ പാകിസ്ഥാനും ഒറ്റക്കാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ കൂടെയുള്ള രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ ഉപയോഗിക്കുകയാണ്. അമേരിക്ക അന്ന് മുതൽ ഇന്ന് വരെ പാകിസ്ഥാനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു, ആയുധങ്ങൾ കൊടുത്തു, പാകിസ്ഥാനെ ന്യൂക്ലിയർ രാഷ്ട്രമാക്കി മാറ്റി, പലതും ചെയ്തു. പാകിസ്ഥാൻ അറിയാമത്. പക്ഷെ പാകിസ്ഥാനിലെ പലതരത്തിലുള്ള നേതാക്കന്മാരും ഭരണാധികാരികൾക്കും പട്ടാളക്കാർക്കും ഇതുപോലുള്ള അവസ്ഥ വരാൻ കാരണം പാകിസ്ഥാന്റെ സുഹൃത്തുക്കളാണ്. അവർ വാസ്തവത്തിൽ അവരെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ മാത്രമേ പാകിസ്ഥാനെ സഹായിച്ചിട്ടുള്ളൂ ഇന്നത്തെ ഇതുവരെയുള്ള തീയതി എടുത്ത് നോക്കുകയാണെങ്കിൽ. അത് എനിക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ, അത് വളരെ ഒരു പ്രത്യേക തരത്തിലാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തത്. യുദ്ധത്തിൽ കൂടെ അല്ല, അന്ന് നടന്നിട്ടുള്ള യുദ്ധത്തിൽ പിടിച്ചടക്കിയ സംഗതി അല്ല അത്. ഇന്ത്യയും മനസ്സ് വെച്ചിട്ടാണ് പാകിസ്ഥാൻ അന്നത്തെ കാലത്ത് ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ അനുവദിച്ചു കൊടുത്തത്. എങ്ങനെയാണ് യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ കിട്ടുക? അന്നത്തെ യുദ്ധത്തിൽ പാകിസ്ഥാൻ ആർമിയുടെയും ഇന്ത്യൻ ആർമിയുടെയും തലപ്പത്തിരിക്കുന്നത് ഒരേ ഒരു ഓഫീസറാണ്. ഒരു ഓഫീസറുടെ കീഴിലുള്ള 2 ശാഖകളാണത്. ആ ഓഫീസർ ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു കമാൻഡിന്റെ കീഴിലുള്ള 2 സബ്സ്റ്റിറ്റ്യൂട്ട് കമാൻഡ് യുദ്ധം ചെയ്യുക? അതൊരു യുദ്ധമായിട്ട് കാണാൻ പറ്റില്ല നമുക്ക്. അവരെ പിടിച്ചടക്കിയിട്ടില്ല, അവരുടെ കയ്യിലാണ്, അത് അങ്ങ് കൊടുത്തു. അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. അത് പറയുന്നതിൽ വലിയ വിഷമിക്കാറൊന്നുമില്ല. അതാണ് തെളിയിക്കാൻ പറ്റിയതൊക്കെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് POKയുടെ ഒരു മോഡലാണ്. മാത്തമാറ്റിക്കലായി നോക്കിയാണെങ്കിൽ 2 ഒരേ തരം മോഡലുകളാണ് മാനേജ്മെന്റിൽ. അതായത് ഇൻഡസ് വാട്ടർ എന്തിനാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്? 1960 നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. POK അവർക്ക് കൊടുത്തത് അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. അന്നത്തെ ഭരണത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, അതിനെപ്പറ്റി ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ POK, ഇപ്പൊ ഇൻഡസ് വാട്ടർ നമ്മൾ പിടിച്ചെടുത്തു, അത് നമ്മുടെ വെള്ളമാണ് എന്ന് വെച്ചോളൂ. അതുപോലെ തന്നെ POKയും നമ്മുടെ കയ്യിലേക്ക് വരണം. പക്ഷെ POKക്ക് ചില പ്രത്യേക പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, കാരണം ശരിയായിക്കോണമെന്നില്ല. POK കഴിയുന്ന നേരത്തെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് നല്ലൊരു കാര്യമായിരിക്കും. പക്ഷെ അവിടെ എനിക്ക് പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. അത് കുറെ കൂടെ കഴിഞ്ഞാലേ നമുക്ക് ശരിക്കും നേരിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാതെ POK ഇപ്പൊ പിടിച്ചെടുക്കേണ്ട എന്നുള്ളതാണോ? അതാണോ താങ്കൾ? നമ്മൾ POK പിടിച്ചെടുക്കുക എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. POK അവർ നമുക്ക് തിരിച്ചു തരണം. അതിനാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. പിടിച്ചെടുക്കുന്നത് അത് വേറെ പ്രശ്നമാണ്. അതിനുശേഷമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. POKയിലേക്ക് വാസ്തവത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാനെ ചൈന കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതായത് ചൈനീസ് വ്യവസായ റൂട്ടൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മള് കോറിഡോറൊക്കെ ഉണ്ടല്ലോ അവിടെ. അതിനെപ്പറ്റി അത് പിന്നീട് സംസാരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നല്ല പെരുമാറ്റത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അഫ്ഗാനിസ്ഥാനും കൂടെ POKയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഈ റോഡ് വരികയാണെങ്കിൽ, ഈ കോറിഡോർ വരികയാണെങ്കിൽ, അതിൽ അഫ്ഗാനിസ്ഥാനും കൂടെ ഇടപെടുകയാണെങ്കിൽ ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ കോറിഡോറായി മാറും. അത് POKയിലേക്ക് കൂടെ വരും. അപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും. അത് കിട്ടുമോ ഇല്ലയോ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു വിഷയമാണ്. നമ്മളെപ്പോലുള്ളവർക്ക് കുറെ കൂടെ ചർച്ചകൾക്ക് അവസരം നൽകുന്ന ഒരു വിഷയമാണെന്ന് മാത്രം എന്നേ ഞാൻ പറയുകയുള്ളൂ. അല്ല സാർ, അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം? POKയിൽ ഒരു ചർച്ച ഓപ്പൺ ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ സമയം ഇതല്ലേ? കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറാൻ ഇത് കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പോൾ തന്നെ ഒരു 10% മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് ഞാൻ വെറുതെ ഒരു കണക്കായിട്ട് പറയുകയാണ്. ഒരു 10% നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത് പറ്റില്ലെങ്കിൽ നമുക്ക് ആക്രമിച്ച് കീഴടക്കേണ്ടി വരും. പക്ഷെ ഈ 10% എന്നുള്ളൊരു -1.1% മാറാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ 1 വർഷം കൂടെ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ, അതായത് അവർക്കും സഹായം കിട്ടുകയാണെങ്കിൽ, ചൈനയുടെ കൂടെ പോയിട്ട്, അങ്ങനെയാണ് POK നമുക്ക് കുറച്ചുകൂടെ വിഷമം പിടിക്കും അത് കിട്ടാൻ വേണ്ടി. പാകിസ്ഥാൻ തരാൻ സാധ്യമല്ല. ഇപ്പോൾ വേണമെങ്കിൽ പാകിസ്ഥാൻ അതേപറ്റി ചിന്തിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ അത് തിരിച്ചു തരാൻ ആർക്കെങ്കിലും ധൈര്യം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും മനസ്സിലുണ്ടാകും കൊടുത്തു കളയാം എന്നുള്ളതുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുകയില്ല. ഒരുപാട് ചൈനീസ് എഞ്ചിനീയർമാരെ പാകിസ്ഥാൻ ടെററിസ്റ്റുകൾ അവിടെ വധിച്ചു കഴിഞ്ഞു ഓൾറെഡി.
ഈ POKയില് നമ്മുടെ ഈ റൂട്ടിൽ ഈ കോറിഡോർ ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് ഒരുപാട് ചൈനീസ് ഉദ്യോഗസ്ഥന്മാരെ അവർ വധിച്ചിട്ടുണ്ട്, അവിടുത്തെ ടെററിസ്റ്റുകൾ. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ഇന്ത്യ ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യണമെങ്കിൽ ഈ രണ്ട് വിഷയം മാത്രം. അതിൽ ഭീകരവാദം നിർത്താൻ പാകിസ്ഥാനെ കൊണ്ട് സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല സാധിക്കുമെന്ന്. കാരണം അത് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അവിടെ വെച്ചിട്ട് പല രാജ്യങ്ങളും ഉണ്ട് ഈ ഭീകരവാദത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന. എന്തിന് നമ്മൾ വിചാരിക്കാത്ത പല രാജ്യങ്ങളും അത് ഉണ്ടാകും. കാരണം ഒരുപാട് ആർമമെന്റ്സ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണല്ലോ ഇത്. രണ്ടാമത് POK തരാൻ പാകിസ്ഥാൻ ആരാണ് അവിടെ തീരുമാനമെടുക്കാൻ ആർക്കാണ് സാധിക്കുക എന്നെനിക്ക് അറിയില്ല. ഇന്ത്യയുടെ മാതിരി അല്ലല്ലോ അവിടുത്തെ ഫലം. യെസ് കേണൽ ടിനി, ഇപ്പോൾ ഒരുപാട് മൂർഖൻ പാമ്പുകൾ ഉണ്ടല്ലോ പാകിസ്ഥാൻ്റെ കൂടെ. അപ്പോൾ ഈ ഹഫീസ് സയ്യിദ് പോലെയുള്ള ഒന്ന് രണ്ട് മൂർഖൻ പാമ്പുകളെ വിട്ടു തന്ന് ഒരു കോംപ്രമൈസിന് തയ്യാറാകുമോ പാകിസ്ഥാൻ? ശ്രീ അനിൽ, എനിക്ക് തോന്നുന്നു നമ്മള് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ പ്രഭാകരൻ സർ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് തീർച്ചയായിട്ടും എന്താ പറഞ്ഞ നമ്മളെ ഒരു ആഗ്രഹമാണ് ഇപ്പം പാകിസ്ഥാൻ POK നമുക്ക് തരുമോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അത് നടക്കുമെന്ന്. നമ്മൾ ഓരോ ഭാരതീയരും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം കശ്മീർ എന്ന് പറയുന്ന അവരെ നേരത്തെ നമ്മളിൽ ഈ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ കശ്മീർ അവരുടെ ഒരു ഐഡന്റിറ്റിയാണ്. കാരണം ആ പാകിസ്ഥാൻ എന്നുള്ള ഫുൾ ഫോമിൽ തന്നെ കശ്മീർ ഉണ്ട്. അപ്പൊ കശ്മീർ ഇല്ലാത്ത ഒരു പാകിസ്ഥാൻ അവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അത് അവരുടെ സോകോൾഡ് രണ്ട് രാജ്യം തിയറിക്ക് അഗേൻസ്റ്റ് ആയിട്ടൊക്കെ പോകും. അപ്പൊ കശ്മീർ ഒരിക്കലും ആർക്കും, അത് സൈന്യമായാലും ശരി, ഷബാസ് ഷെരീഫ്, നവാസ് ഷെരീഫ് ആര് വന്നാലും കശ്മീർ POK പാക് ഒക്കുപൈഡ് കശ്മീർ ഒരിക്കലും നമുക്ക് തരാൻ പോകുന്നില്ല. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. രണ്ടാമത്തത് ഭീകരവാദത്തിന് അവർ ഒരിക്കലും ഇനി അതിന്റെ ആ ഒരു പോളിസി ഉപയോഗിക്കത്തില്ല എന്നും പറയാൻ പോകുന്നില്ല. കാരണം ശ്രീ അനിൽ പറഞ്ഞ പോലെ ധാരാളം പാമ്പുകൾ ഉള്ള ഒരു രാജ്യമാണ്. കുറെ പേരെ അവരെ സ്റ്റേറ്റ് പോളിസി ആയിട്ട് അവർ തന്നെ കൊണ്ടുവന്നതാണ്. ഇപ്പം പലരും അവരെ കയ്യിൽ തന്നെ പോയി അവർക്ക് തന്നെ അറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ കുറെ പേരുടെ കൺട്രോൾ അവരിലുണ്ട്, കുറെ പേരുടെ കൺട്രോൾ അവരുടെ ഇല്ല. അപ്പൊ അതാണ് സത്യം അവിടുത്തെ. ഇപ്പൊ നോക്കൂ, ബലൂചിസ്ഥാനിലെ ഫൈറ്റേഴ്സ് അവര് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രദേശം മൊത്തം ഏകദേശം അവരുടെ ക്യാപ്ചർ ആവാൻ ഉള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ ബലൂചിസ്ഥാനായിട്ട് ഭാരതത്തിന് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബലൂചിസ്ഥാനത്തും അവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട്. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ, അത് അഫ്ഗാൻ താലിബാനുമായിട്ട് വലിയ അടുപ്പമുള്ളവരാണ്. അവരുടെ ലക്ഷ്യം ഫുൾ പാകിസ്ഥാനിൽ അഫ്ഗാനിനെ പോലെ ഒരു ശരിയ രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ തന്നെ മുൻകൈ എടുത്ത് കൊണ്ടുപോയി വളർത്തി കൊണ്ടുവന്നവരാണ്. ഇപ്പൊ അവരെ തിരിച്ചു കൊത്താൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പൊ അഫ്ഗാൻ താലിബാൻ വന്ന സമയത്ത് പാകിസ്ഥാന്റെ അന്നത്തെ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി പറഞ്ഞത് വർഷങ്ങളെ ചങ്ങലെ പൊട്ടിച്ചാണ് ഇപ്പം അഫ്ഗാൻ താലിബാൻ വരുന്നത് എന്നുള്ള രീതിയിലാണ്. DGISI, പാകിസ്ഥാന്റെ DGISI അവിടെ പോയി ലാൻഡ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് വളരെ ഫേമസ് ആയിട്ട് ഞങ്ങളാണ് ഇതിലെല്ലാം കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് സംസാരവും ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കൂ, അഫ്ഗാൻ താലിബാൻ പാകിസ്ഥാന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഷ്തൂണിൽ ധാരാളം പ്രശ്നം നടക്കുന്നുണ്ട്. പിന്നെ സിന്ധ് പ്രൊവിഷ്യനിൽ അവിടെയും അവരുടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ പാകിസ്ഥാൻ ഒക്യുപൈഡ് കശ്മീരിനകത്ത് തന്നെ ധാരാളം പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പലതും പാകിസ്ഥാന്റെ കൺട്രോൾ ഉള്ളതാണ്, പലതും കൺട്രോൾ ഇല്ലാത്തതാണ്. അപ്പൊ ഭാരതത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ട് വരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു ഭീകരവാദിയെ കിട്ടാനൊന്നും വലിയ പാടൊന്നുമില്ല. അവിടെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ശ്രീ അനിലൊക്കെ ചിലപ്പം അറിയായിരിക്കും, പണ്ട് അവർ പരസ്യം കൊടുക്കുമായിരുന്നു, നിങ്ങൾക്ക് കശ്മീരിലേക്ക് ഭീകരവാദം ചെയ്യാൻ, അല്ലെങ്കിൽ ഭീകരവാദം നല്ല വേർഡ് യൂസ് ചെയ്ത് അവർ ജിഹാദ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വരൂ എന്നുള്ള രീതിയിൽ. ഇന്നിപ്പോ പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ധാരാളം ആളുകൾ വരുന്നുണ്ട്, അവരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക്. അപ്പൊ ആ ഒരു ഇൻഡസ്ട്രി, ആ ഒരു രീതിയിലൊക്കെ ഉള്ളത് അവർക്ക് ഒരിക്കലും അത് അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം ആളുകൾ ഈ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആളുകളെ പറഞ്ഞു വിടാനും ഭാരതത്തിന് വേണ്ടി 1000 മുറിവുകളെ ഏൽപ്പിക്കാൻ വേണ്ടി അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടതിനിരിക്കും. കാരണം നേരെ ചൊവ്വേ ഒരു യുദ്ധം അവർക്ക് ഒരിക്കലും നമ്മുടെ അടുത്ത് ജയിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഭാരതത്തിനെ തകർക്കണമെങ്കിൽ, ഭാരതത്തിനെ ഇല്ലാതാക്കണമെങ്കിൽ അവർ ഈ ഒരു പോളിസി തന്നെ ചെയ്യും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും ഞാൻ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാകിസ്ഥാൻ കശ്മീർ ആയാലും ശരി, ഭീകരവാദം ശരി. അപ്പൊ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അത് എന്താണ് അതും കംപ്ലീറ്റ് ആയിട്ട് ഭീകരവാദം ഇല്ലാതാക്കാൻ പറ്റത്തില്ല, പക്ഷെ അവർക്കൊരു കോസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഭീകരവാദം എന്ന് പറഞ്ഞാൽ വളരെ ലോ കോസ്റ്റ് ഓപ്ഷൻ ആണ്, വളരെ ചെലവ് കുറഞ്ഞ. ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പേരെ പിടിക്കുക, 4-5 ദിവസം
4-5 മാസം ട്രെയിനിങ് കൊടുക്കുക, അത് ബേസിക് ആയിട്ടുള്ള ഫയറിങ് അതും ഇതൊക്കെ ചെയ്യാം. അതിനൊക്കെ ഹൈ ലെവലിലുള്ള വേറെ ഉണ്ട്. പക്ഷെ ഒരു തോക്ക് കൊടുത്തു വിടുക, എന്നിട്ട് ഇങ്ങോട്ട് തള്ളി വിടുക. ഇത് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള അവരിവിടെ വന്നിട്ട് അവരെ നമ്മൾ വധിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല, അടുത്ത ആളുകൾ റെഡിയാവും. വളരെ ലോ കോസ്റ്റ് ആണ്. എന്നിട്ട് പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ലോ കോസ്റ്റ് ഒരു ഹൈ കോസ്റ്റ് ഓപ്ഷൻ ആക്കി മാറ്റുകയാണ് ഭാരതം ചെയ്യുന്നത്. അതിനകത്താണ് നമ്മൾ നേരത്തെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ ടാർഗറ്റ് ചെയ്ത്, അവരുടെ തലയെ തന്നെ ടാർഗറ്റ്, അതായത് അവരുടെ നേതാക്കളെ ടാർഗറ്റ് ചെയ്തു. അതുപോലെ തന്നെ സിന്ധു നദി കരാറിലെ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. FATF നമ്മൾ വീണ്ടും അവരെ ഗ്രേ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. IMF ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ വ്യവസ്ഥ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റുന്നു. അപ്പം അങ്ങനെ ഒരു ഹൈ കോസ്റ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭാരതം. അതിലൂടെ അവരിലെ സ്വഭാവ മാറ്റം അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരത് മാറ്റിയെടുക്കാനുള്ള ശ്രമം മാത്രമാണ് ഭാരതം ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, അതെല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. പാകിസ്ഥാൻ തന്നെ ഇല്ലാതാവുകയാണെങ്കിൽ, നാളെ 4-5 രാജ്യം ആവുകയാണെങ്കിൽ, അപ്പോൾ ചിലപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു പരിഹാരം കാണാം. പക്ഷെ അത് നമ്മളെ എന്താ പറഞ്ഞ ഒരു സ്റ്റേറ്റഡ് പോളിസി അല്ല, ഭാരതത്തിന്റെ ഒരു സ്റ്റേറ്റഡ് പോളിസി അല്ല. പാകിസ്ഥാൻ ഇല്ലാതാക്കുക അല്ലെങ്കിൽ പാകിസ്ഥാൻ തന്നെത്താൻ ഇംപ്ലോഡ് എന്ന് പറയുന്നത്, തന്നെത്താൻ ഇല്ലാതാവുകയൊക്കെ ചെയ്യുന്നത് അതൊരു സ്റ്റേറ്റഡ് പോളിസി അല്ലാത്തതും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷെ ആ ഒരു കാര്യം ഉണ്ട്. കാരണം 1971 ബംഗ്ലാദേശ് ആയിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ പല രാജ്യങ്ങളും അതിനകത്ത് സൃഷ്ടിക്കാം. അതൊന്നും ഒരിക്കലും എന്താ പറഞ്ഞ ഒരിക്കലും നടക്കത്തില്ല എന്നുള്ള കാര്യമൊന്നുമല്ലല്ലോ. ബലൂചിസ്ഥാന്റെ പ്രോബ്ലം ഉണ്ട്, പഷ്തൂണിന്റെ പ്രോബ്ലം ഉണ്ട്, അവരുടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഡ്യൂറന്റ് ലൈൻ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമായി വരെ അവിടെ നിന്ന് ഭീകരവാദം ഇല്ലാതാവുകയൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു അസസ്മെന്റിലേക്ക് പോവാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കാരണവശാലും അവരുടെ സമ്മതത്തോടെയോ അവരുടെ രീതിയിലോ അവർ ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഈ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ഡോക്ടർ മോഹൻ വർഗീസ്, മുട്ടുവിൻ തുറക്കപ്പെടുന്നതാണല്ലോ. നേരത്തെ പാകിസ്ഥാനിലിരുന്ന് മുട്ടി നോക്കി ഷഹബാസ് ഷെരീഫ്. ഇന്നിപ്പോൾ ഇറാനിൽ പോയിട്ടാണ് മുട്ടുന്നത്, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന്. എന്തായിരിക്കാം ഇതിന് പിന്നിലുള്ള ചേതോവികാരം? ടർക്കിയിൽ പോയി ഒന്ന് മുട്ടി നോക്കി, ഇപ്പോൾ ടെഹ്റാനിൽ പോയി വീണ്ടും ഒന്ന് മുട്ടി നോക്കി. പക്ഷേ ഈ വാതിൽ ഭാരതത്തിൻ്റെ വാതായനങ്ങൾ ഉടനടി തുറക്കുന്ന ലക്ഷണമില്ല. ചില ചട്ടങ്ങൾ അല്ലെങ്കിൽ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചർച്ച എന്നാണ് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഉള്ള കാരണമുണ്ട്. കാരണം ഈ ന്യൂ നോർമൽ എന്നാണല്ലോ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ വിദേശ നയത്തിനെ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് ന്യൂ നോർമൽ, അതായത് പുതിയ ചില രീതികൾ. അതുകൊണ്ട് ഇന്നലെ വരെ ഹിറ്റ് ആൻഡ് റൺ പോളിസി അതിന് നടപ്പാകില്ല. ലോ ഇൻറ്റൻസിറ്റി കോൺഫ്ലിക്റ്റ്, അതായത് അതിർത്തിയിൽ നടക്കുന്ന നിരന്തരമായ ഷെൽ വർഷം, അതിൻ്റെ മറവിൽ നടക്കുന്ന നുഴഞ്ഞുകയറ്റങ്ങൾ, ഇന്ത്യയിൽ അവിടെയും ഇവിടെയൊക്കെ നടക്കുന്ന ഭീകരാക്രമണങ്ങൾ, അങ്ങനെ 1000 വെട്ടുകളിലൂടെ 1000 കട്ട് പോളിസിയിലൂടെ ഇന്ത്യയെ ബ്ലീഡ് ചെയ്യാം എന്നാണ് പാകിസ്ഥാൻ ഇനി ധരിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയം മാറിയിരിക്കുന്നു, പാകിസ്ഥാൻ നയം മാറിയിരിക്കുന്നു, ഇന്ത്യക്ക് പാകിസ്ഥാനുള്ള നയം മാറിയിരിക്കുന്നു. അതാണ് ന്യൂ നോർമൽ. ആ ന്യൂ നോർമൽ അനുസരിച്ച് തീവ്രവാദം എന്നതും സൈനികാക്രമണം എന്നതും നുഴഞ്ഞുകയറ്റം എന്നതും എല്ലാം തന്നെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സ്റ്റേറ്റ് നടത്തുന്ന ആക്രമണമായി കരുതിക്കൊണ്ട് തിരിച്ചടി നൽകുമെന്ന് പറയുമ്പോൾ അത് റിവൈസ് ചെയ്യുക എന്നതല്ലാതെ പാകിസ്ഥാൻ്റെ ട്രഡീഷണൽ ഇന്ത്യ വിരുദ്ധ പോളിസി റിവൈസ് ചെയ്യുകയല്ലാതെ ചർച്ചയ്ക്ക് യാതൊരു വഴിയും കാണുന്നില്ല. ജലമാണല്ലോ പ്രശ്നം, ജലമാണല്ലോ ആയുധം, അല്ലെങ്കിൽ ജലമാണല്ലോ പ്രധാനപ്പെട്ട പാകിസ്ഥാൻ്റെ ആവശ്യം. ആ ആവശ്യം ഇപ്പം ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ അതിൻ്റെ ഒരു തിക്തഫലം ചെറിയ രീതിയിൽ അനുഭവിച്ചു തുടങ്ങി. അല്ല, പാകിസ്ഥാൻ സ്വപ്നത്തെ പോലും വിചാരിച്ച് കാണില്ല അല്ലേ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന? ഏത് സർജിക്കൽ സ്ട്രൈക്കിനേക്കാളും പ്രിസിഷൻ ആവശ്യമുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ ജലകരാറിൽ നിന്ന് പിന്മാറുക എന്നത്. ഇതൊക്കെ ഒരു കാരണവശാൽ ആ ദിവസം വരെ ഇന്ത്യയിൽ ആരും തന്നെ പൊതുജനം അങ്ങനെ ഒരു കാര്യം ഭാരതം ചെയ്യുമെന്ന്. അതിൻ്റെ തുടക്കത്തിൽ ഈ കരാറിൽ നിന്ന് പുറകോട്ട് പോയ സമയത്ത്, കരാർ റദ്ദാക്കിയ സമയത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത് ഉണ്ടാവുന്നത് അത് സമയമെടുക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അനുഭവവേദ്യമാണല്ലേ അവർക്ക്. ഈ കുടിവെള്ളം മുട്ടിയത് പെട്ടെന്ന് തന്നെ കുടിവെള്ളം മുട്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വിജയമല്ലേ?
സമ്മറാണ് വരുന്നത്. ഇപ്പം ഇവിടെ നല്ല കുത്തി ഒലിക്കുന്ന മഴയാണ് സൗത്ത് വെസ്റ്റ് മോൺസൂൺ. പക്ഷേ അവിടെ വടക്കേ ഇന്ത്യയിൽ ചൂടുകാലമാണ് വരുന്നതെന്ന് ഓർക്കണം. ജൂൺ ജൂലൈ മാസങ്ങളിൽ സാമാന്യം നല്ല ചൂടാണ്. ഇനി അതൊക്കെ കഴിഞ്ഞ് മഴ എത്തണമെങ്കിൽ കുറച്ച് കാലം കഴിയും. അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ പഞ്ചാബിലെ പാടങ്ങൾ തരിച്ചു നിൽക്കാൻ പോവുകയാണ്. അതൊരു കാര്യം. മഴക്കാലം വന്നു കഴിഞ്ഞാലോ ഡാമുകൾ വൻതോതിൽ തുറന്നു വിടാനുള്ള പ്രൊറോഗറ്റീവ് ഇന്ത്യക്കുണ്ട്. അപ്പോൾ പിന്നെ ഫ്ലഡിംഗ് ആണ്. ഇതെല്ലാം രണ്ട് രീതിയിലാണെങ്കിൽ തന്നെ ജലം ഒരു വലിയ ആയുധമാണ്. അത് മാത്രമല്ല ഈ ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നു പാകിസ്ഥാൻ. അതായത് ജനങ്ങൾ ഇപ്പം ഒരു 90% ജനങ്ങളും ഈ സിന്ധു നദിയും അതിൻ്റെ കൈവഴികളിലൂടെയും ജനാം നദികളിൽ നിന്ന് കടന്നു വരുന്ന വെള്ളം ആശ്രയിച്ചാണ് അവരുടെ ഉപജീവനം കഴിക്കുന്നത്. അത് ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ട്, അഗ്രികൾച്ചറൽ യൂസ് ഉണ്ട്, ഡെയിലി യൂസ് ഉണ്ട്, എല്ലാമുണ്ട്. ഇതൊന്നും ആത്യന്തികമായി എക്കാലത്തേക്കും തടഞ്ഞു നിർത്താനാവില്ല. തടഞ്ഞു നിർത്തിയാൽ പിന്നെ പാകിസ്ഥാൻ ഇല്ല. അതാണ്. അപ്പം ഇവിടെ പാകിസ്ഥാൻ സ്വാഭാവികമായി വിചാരിച്ചു ഈ ബെനസർ ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയെയും സംഘത്തെയും എല്ലാം വിദേശ രാജ്യങ്ങൾ അയച്ചുകൊണ്ട് നമ്മുടെ നയതന്ത്ര നീക്കത്തിന് തടയിടാം. ജലം ഒരു മനുഷ്യാവകാശ വിഷയമാണ്. അത് കാട്ടിക്കൊണ്ട് ലോകരാജ്യങ്ങളെ വരുതിയിലാക്കാം. ഇന്ത്യക്കെതിരെ പ്രമേയങ്ങൾ പാസ്സാക്കാം. തുരുതുര പ്രമേയങ്ങൾ പാസ്സാക്കുകയും ഒക്കുമെങ്കിൽ ഇന്ത്യക്കെതിരെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഉപരോധം വരെ പ്രഖ്യാപിച്ച് കളയാം എന്നൊക്കെ ഒരു വ്യാമോഹത്തിലാണ് പാകിസ്ഥാൻ ചാടിപ്പുറപ്പെട്ടത്. പക്ഷേ ഇന്ത്യയുടെ നയതന്ത്ര നീക്കം വൻ വിജയം കാണുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഒന്നാം തരമായിട്ടാണ് ശശി തരൂർ ആൻഡ് ടീം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ഇപ്പോൾ ആദ്യം അമേരിക്കയിൽ ഇറങ്ങുന്നു. ന്യൂയോർക്ക് വാർ മെമ്മോറിയൽ അല്ലെങ്കിൽ ഈ 9/11 മെമ്മോറിയൽ സന്ദർശിക്കുന്നു. പൊളിറ്റിക്കലി കറക്റ്റ് വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നു. അതിനുശേഷം പിന്നീട് പോകുന്നത് ലാറ്റിൻ അമേരിക്കയിലേക്കാണ്, ഗയാനയിലേക്കാണ്. ഇന്ത്യൻ വംശജരേറെ പാർക്കുന്ന ഗയാനയിലേക്കാണ്. അതിനുശേഷം ഇപ്പോൾ ഇനി കൊളംബിയ ആൻഡ് പാനമ യാത്രാമധ്യയാണ് അവസാനം ന്യൂയോർക്ക് വീണ്ടും അമേരിക്കയിലെത്തി വാഷിങ്ടൺ DC-യിലെത്തി വ്യക്തമായി സെനറ്റേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ അമേരിക്കയുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്ന് ഇന്ത്യ വിചാരിക്കുന്നു. പാകിസ്ഥാൻ ആകെ യുദ്ധസമയത്ത് അല്ലെങ്കിൽ ആക്രമണ സമയത്ത് ലഭിച്ച ഒരു അദൃശ്യ പിന്തുണ ടർക്കിയുടെയും അസർബൈജാൻ്റെയുമാണ്. അതൊന്നും വലിയ പ്രധാനപ്പെട്ട ഘടകങ്ങളായി കരുതാനാവില്ല. ചൈന പോലും ആക്റ്റീവായി രംഗത്ത് വന്നില്ല എന്നതും പ്രസ്താവയോഗ്യമാണ്. അതിനുശേഷമാണെങ്കിലും ജലം ഒരു വലിയ ഒരു വൈകാരിക വിഷയം, ലോക സമൂഹത്തിന് വലിയ വൈകാരിക വിഷയം ആയിരുന്നു എങ്കിൽ ഇതാകുമായിരുന്നില്ല ലോകത്തിൻ്റെ പ്രതികരണം. അതുകൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിച്ച രീതിയിൽ ലോകരാജ്യങ്ങളെ കൊണ്ട് ഇന്ത്യക്കെതിരെ നയതന്ത്രപരമായി പ്രതികരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. ലേലു അല്ലു സമസ്ത അപരാധങ്ങളും പുറക്കണം. അതുകൊണ്ട് നമുക്ക് ചർച്ചയാകാം. അല്ല, പക്ഷെ അതിൽ തന്നെ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്? ഒരു ആത്മാർത്ഥതയുമില്ല. ഇഫ് യു കാൻ ഡിഫീറ്റ് എൻ എനിമി ജോയിൻ ഹിം എന്നുള്ള സിമ്പിൾ ലോജിക്കാണ്. അതായത് പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധതയിൽ നിലനിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് മാറി ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരികയും ഒരു ചർച്ചയാകാം എന്ന് പറയുമ്പോൾ ഇവിടെ പന്ത് അപ്പോൾ ഇന്ത്യയുടെ കോർട്ടിലാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കോർട്ടിൽ പന്ത് എന്ന് പറഞ്ഞാൽ ഓക്കെ, ലെറ്റ് us talk. പക്ഷേ ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥമായി സംസാരിക്കാം. രണ്ട് വിഷയങ്ങളാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. ഒന്ന്, അതിർത്തി കടന്നു വരുന്ന ഭീകരത അല്ലെങ്കിൽ ഭീകരതയുടെ ഫാക്ടറികളായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ്റെ കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങൾ നിങ്ങൾ അടച്ചുപൂട്ടൂ. പാകിസ്ഥാൻ്റെ ടെറർ ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ചെയ്യുന്ന നിർത്തൂ. നിങ്ങൾ സ്റ്റേറ്റ് മെഷീനറി അല്ലെങ്കിൽ ആർമി സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ തീവ്രവാദികളെ സഹായിക്കുന്നത് നിർത്തൂ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. രണ്ട്, നമുക്ക് പാകിസ്ഥാൻ്റെ കൈവശമുള്ള പാക് അധിനിവേശ കാശ്മീർ, ആസാദ് കാശ്മീർ എന്നവർ വിളിക്കുന്ന അല്ലെങ്കിൽ ജിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖല, അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവിടെ ഇന്ത്യയോട് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങളുടെ ആശയ അഭിലാഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതെല്ലാം സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ ജലം അടുത്ത പ്രാവശ്യം സംസാരിക്കാമല്ലോ. 1960 കരാർ ഇപ്പോൾ 65 വർഷത്തിന് ശേഷം ഇപ്പോൾ അബ്രോഗേറ്റ് ചെയ്തിരിക്കുന്നു. തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു. പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല, മരവിപ്പിച്ച് നിർത്തുകയാണ്. അതിനർത്ഥം എന്താ? വീണ്ടും അതിനെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ other things should change. When other things remain equal, no change is expected. അഥവാ ഒരു കോംപ്രമൈസിൽ എത്തുകയാണെങ്കിൽ തന്നെ പുതിയ കരാറായിരിക്കും അല്ലേ? ഇനി ഒരു പുതിയ കരാറാണ്. അന്ന് നെഹ്റുവിന് സംഭവിച്ച വീഴ്ചകൾ, അന്നത്തെ സർക്കാരിന് സംഭവിച്ച വീഴ്ചകൾ, അന്നത്തെ ഭാരതത്തിൻ്റെ മഹാമനസ്കത, ഇന്നും മഹാമനസ്കതയുണ്ട്, പക്ഷേ മറ്റൊരു രൂപത്തിലാണ്. നാഷണൽ ഇൻട്രസ്റ്റ് ഫസ്റ്റ്. അപ്പോൾ ഇന്ത്യ ഫസ്റ്റ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു അമേരിക്ക ഫസ്റ്റ്. നരേന്ദ്രമോദി പറയുന്നു ഇന്ത്യ ഫസ്റ്റ്. ഒരു രാജ്യത്തിന്, ഒരു ജനതയ്ക്ക്, ഒരു സംസ്കൃതിക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ രാജ്യ താല്പര്യം, നാഷണൽ ഇൻട്രസ്റ്റ്,
അത് ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് പവർ. ഇതാണ് രാഷ്ട്രമീമാംസയിലൊക്കെ അല്ലെങ്കിൽ വിദേശകാര്യ ബന്ധത്തിലൊക്കെ ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിച്ചിരുന്ന റിയലിസം എന്ന് പറയുന്നതാണ്. ദേശീയ താല്പര്യം അത് ഡിഫൈൻ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് പവർ. അതുകൊണ്ട് ഇന്ത്യക്ക് പവർ പൊട്ടൻഷ്യൽ ഉണ്ട്. സൈനിക ശക്തിയാണ്, സാമ്പത്തിക ശക്തിയാണ്, ടെക്നോ പവറാണ്, സ്പേസ് പവറാണ്, ന്യൂക്ലിയർ പവറാണ്. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ പവർ ടു ബാക്ക് ദി നാഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ദേശീയ താല്പര്യം ഫർദർ ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക രാഷ്ട്രീയ ഇച്ഛാശക്തി, ഒരു വശത്തെ സൈനികവും സാമ്പത്തികവും ടെക്നോളജിക്കലുമായുള്ള ബലവും, അതുമാത്രമല്ല സോഫ്റ്റ് പവർ ഡിപ്ലോമസി ആൻഡ് ഓൾസോ ദ ബാക്കിംഗ് ഓഫ് ദ വേൾഡ്. അപ്പോൾ വേൾഡിൻ്റെ ഗുഡ് വില്ലുണ്ട്. നമ്മുടെ മാർക്കറ്റാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ വെറുതെ ഇഷ്ടമുള്ളത് കൊണ്ടൊന്നുമല്ല. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു മിഡിൽ ക്ലാസിൻ്റെ ശക്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ മധ്യവർഗത്തിൻ്റെ ഒരു പർച്ചേസിങ് പവറിനെ അവഗണിച്ചുകൊണ്ട് പാശ്ചാത്യ ലോകത്തിന് പാശ്ചാത്യ കമ്പോളത്തിന്, ലോക കമ്പോളത്തിന് നിലനിൽക്കാനാവില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഹാസ് അറൈവ്ഡ് ഇൻ ദ വേൾഡ് സീൻ വിത്ത് വിഗർ. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആ പ്രഭാവമില്ല എന്ന് ഓർക്കണം. അപ്പോൾ ആന അമർന്ന കണ്ട് അണ്ണാൻ അമറിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അപ്പം അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യ ഹാസ് അറൈവ്ഡ് ഇൻ എ നിയോ നോർമൽ വേൾഡ് ഓർഡർ. ആ ഒരു സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതുകൊണ്ടാണ് ഇനിയുള്ള കരാർ 1960 കരാർ ഒന്നുകൂടി റീനെഗോഷിയേറ്റ് ചെയ്യണം. ആ റീനെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ജലത്തിൻ്റെ വിതരണത്തെക്കുറിച്ച് അത് തീവ്രവാദവുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും തീവ്രവാദ ആക്രമണം, പാകിസ്ഥാൻ ഇൻവോൾവ് ആകുന്ന ആക്രമണം ഇന്ത്യയിൽ സംഭവിച്ചാൽ ആ നിമിഷം ജലവിതരണം അബ്രപ്റ്റായിട്ട് കട്ടാകും എന്നായിരിക്കും ആ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. അത് മാത്രമല്ല, ചില സേഫ് ഗാർഡുകൾ, ഉറപ്പുകൾ, രേഖാമൂലമുള്ള ഉറപ്പുകൾ പാകിസ്ഥാനിൽ നിന്നും വേണ്ടി വരും. അതുകൊണ്ട് ജലവും രക്തവും ഒരുമിച്ചൊഴുകില്ല, കട്ടായം. അതാര് പറഞ്ഞാലും, ഇവിടെ പറഞ്ഞാലും അവിടെ പറഞ്ഞാലും അതായിരിക്കും അടിസ്ഥാനപരമായ നയം. അതുകൊണ്ട് ഭീകരതയുമായി ഡിസ്റ്റൻസ് ചെയ്യണം, ഇന്ത്യയെ അംഗീകരിക്കേണ്ടി വരും. ഇസ്രായേൽ പറയുന്നൊരു കാര്യം എന്താണ്? പാലസ്തീൻ ഞങ്ങളെ അംഗീകരിക്കണം. ഞങ്ങൾക്ക് പാലസ്തീനുമായിട്ട് വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ ദ ജൂയിഷ് സ്റ്റേറ്റിനെ അറബ് പലസ്തീനിയൻസ്, അത് ഗാസയിലുള്ളവരാണെങ്കിലും വെസ്റ്റ് ബാങ്കിലുള്ളവരാണെങ്കിലും അംഗീകരിക്കണം. അപ്പോൾ ഇന്ത്യയെ അംഗീകരിക്കാതെ, ഇന്ത്യയെ ഇപ്പോഴും സംശയത്തോടെ നോക്കുന്ന രീതിയിൽ ഇന്ത്യ വിരുദ്ധതയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക, ആ ഭൂമിക തുടർന്നാൽ ഇവിടെ ഒരു സമാധാനവും ഉണ്ടാവില്ല. അതിന് റിസീവിംഗ് എൻഡിൽ പാകിസ്ഥാനായിരിക്കും. ജലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിരന്തരമായ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം. ഓരോ ഭീകരാക്രമണത്തിലും തത്തുല്യമായതോ അതിനേക്കാൾ വലുതോ ആയ തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അബ്രഗേറ്റ് ചെയ്തിട്ടില്ല. അത് തൽക്കാലത്തേക്ക് ജലകരാർ മരവിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനമൊക്കെ പിരിയുന്ന പോലെയാണ്. പിന്നെ അഡ്ജോൺഡ് സനി ഡൈ എന്ന് പറയുന്ന പോലെ. സൈനി ഡൈ എന്ന് പറഞ്ഞാൽ വേറൊരു ഡേറ്റ് അനൗൺസ് ചെയ്യാതെ തൽക്കാലത്തേക്ക് സഭ വിരിയുന്നതിനാണ് സൈനി ഡൈ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ദിനം സൈനി ഡൈ ആണ്. അതായത് ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാണോ അടുത്ത ഭീകരാക്രമണം വന്നാൽ അന്ന് ഓപ്പറേഷൻ സിന്ദൂർ വീണ്ടും തുടരും. ഇതിനേക്കാൾ ശക്തമായിരിക്കും തിരിച്ചടി. അവരുടെ സൈനിക കേന്ദ്രങ്ങളിലും അത് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലും തിരിച്ചടി ഉണ്ടാകും. ഇത് ഇന്ത്യയുടെ പുതിയ നയമാണ്. ആ നയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റ് സാധ്യമാണ്. അതിന് പാകിസ്ഥാൻ വളരെ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നും പിന്നാക്കം പോകേണ്ടി വരും എന്ന് തന്നെയാണ് നിഗമനം. അല്ല, അങ്ങനെ പിന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ അല്ലാതായി മാറണം അല്ലേ? ഇല്ല, അങ്ങനെയല്ല. ഒരു ജനതയ്ക്ക് ഇതൊരു ട്രാൻസിഷണൽ പീരീഡാണ്. ഒരു ജനത രണ്ട് കാലിൽ നിൽക്കണം. ഇന്ത്യ വിരോധത്തിൽ മാത്രം, ഒരു നെഗറ്റിവിറ്റിയിൽ മാത്രം ആസ്പദമാക്കി ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല. ശ്രീ അനിൽ, നോക്കൂ, പാകിസ്ഥാൻ്റെ പോപ്പുലേഷൻ എത്രയാണ്? പിന്നെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരു 5-1, 6-1 ഉള്ളൂ. പക്ഷെ ആ ജനത പവർ പൊട്ടൻഷ്യലാണെങ്കിലും ഇന്ത്യയുടെ 6-1 പവർ പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ പാകിസ്ഥാന്. എല്ലാ കാര്യത്തിലും ഇന്ത്യയേക്കാൾ പിന്നാക്കം തന്നെയാണ്. ഇന്ത്യയുമായി ഒരു മിലിറ്ററി പാരിറ്റി ഇല്ല. ചൈനയുടെ ബലം മാത്രം കണ്ടുകൊണ്ടാണ് പാകിസ്ഥാനി കളിക്കുന്നതെങ്കിൽ അധികം കാലം മുന്നോട്ട് പോകാനാവില്ല. ചൈനയ്ക്കും ബിസിനസ് ഇൻട്രസ്റ്റുകളാണുള്ളത്. ഇന്ത്യ പൂർണ്ണമായി പിണക്കാനൊന്നും, പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയെ പൂർണ്ണമായി പിണക്കാനൊന്നും ചൈന തയ്യാറാവില്ല. ചൈനയ്ക്ക് മറ്റു ചില താല്പര്യങ്ങളുണ്ട്, അതിന് പാകിസ്ഥാൻ ഉപയോഗിച്ചു വന്നിരിക്കും. അതുകൊണ്ട് തീർച്ചയായും അമേരിക്കയുടെ കാര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ ചൈന ഉൾപ്പെടെ കണ്ണുമടച്ച് പാകിസ്ഥാനെ എല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കും എന്ന് കരുതാനുമാവില്ല. ചൈന കൊടുത്ത ആയുധങ്ങൾ കച്ചവടമാണ്, പക്ക കച്ചവടമാണ്.
ടർക്കിയുടെയോ അസർബൈജാന്റെ നിലപാടെന്ന് പറഞ്ഞാൽ അവർ വളരെ ദൂരെ കിടക്കുന്ന രാജ്യങ്ങളാണ്. ഇവരെയൊക്കെ നമ്പി ഇന്ത്യ വിരുദ്ധത അങ്ങ് ചെലവാകുമെന്ന് പറഞ്ഞാൽ 1947 കുറച്ച് ചെലവായി. ഇന്ത്യ വിരുദ്ധത അല്ല ചെലവായത്. അവിടെ ഇതാ കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇന്ത്യ അത് കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായ ഒരു പ്രസംഗം പാകിസ്ഥാൻ പ്രതിനിധി ഐക്യരാഷ്ട്ര സംഘടനയിൽ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ആ കാശ്മീർ തർക്കവിഷയമായി നിൽക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച വലിയ ഒരു എറർ ഓഫ് ജഡ്ജ്മെന്റ്, കൈപ്പിഴാന്ന് ഞാൻ പറയുന്നില്ല, നെഹ്റു വലിയ ചിന്തയിൽ തന്നെയാണ് അത് ഐക്യരാഷ്ട്രങ്ങളിൽ കൊണ്ടുപോയത്. പക്ഷെ അന്ന് നമുക്ക് സാധിക്കാതെ ഇരുന്നത് വളരെ വൈകിയെങ്കിലും ഇപ്പോൾ സാധിക്കുന്നു. ആ നയം മാറിയിരിക്കുന്നു. ചേരിചേരാ നയം തത്വത്തിൽ തുടരുന്നു, മറ്റ് നയങ്ങൾ തുടരുന്നു. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ നയം വളർന്നിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യ ഒരു നവീകരിച്ച ഇന്ത്യയാണ്, റിന്യൂഡ് ഇൻവിഗറേറ്റഡ് ന്യൂ ഫ്രെയിംവർക്കാണ്. അതാണ് നിയോ നോർമൽ. ആ നിയോ നോർമലോട് പൊരുത്തപ്പെടാനാകുന്നില്ല എങ്കിൽ പാക് സ്റ്റേറ്റ് കാണില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, പാകിസ്ഥാന്റെ ഉള്ളിലെ ആഭ്യന്തര വൈരുദ്ധ്യം ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷനാണ്. മെൽറ്റിംഗ് പോട്ട് ഒന്നും അല്ലത്, പ്രഷർ കുക്കർ സിറ്റുവേഷനാണ്. അവിടെ ആ പാകിസ്ഥാൻ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ റീജിയൻ, അതായത് ഖൈബർ പഖ്തൂൺഖ നഷ്ടപ്പെടും. ആദ്യം നഷ്ടപ്പെടാൻ പോകുന്ന ഒരു പക്ഷേ ബലൂച്ച് മേഖലയായിരിക്കാം. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭൂമിയുടെ 42% പോകുന്നത്. സിന്ധുദേശം അത് വലിയ രീതിയിലൊരു ഒരു വൈകാരിക ഭാഗമായിട്ട് വരും. ജലമുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇന്ത്യയോട് സംസാരിക്കൂ, ജലം ഞങ്ങൾക്ക് വിട്ടുതരൂ, മറ്റ് രാഷ്ട്രീയമെല്ലാം അപ്രസക്തമാണ് എന്ന് പാകിസ്ഥാന്റെ ജനം പാകിസ്ഥാന്റെ സൈന്യത്തോടും രാഷ്ട്രീയ നേതൃത്വത്തോടും പറയുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇന്ത്യയുമായി സംസാരിക്കാതെ നിവൃത്തിയില്ല. അത് ഇന്ത്യയുടെ ടേംസിലായിരിക്കും സംസാരിക്കുന്നത് എന്നുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് തന്നെയാണ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞു വെച്ചത്. ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു കോംപ്രമൈസിലേക്ക്, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു കോംപ്രമൈസിലേക്ക് വരൂ എന്ന അങ്ങനെ ഒരു സമ്മർദ്ദം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടായതുകൊണ്ടായിരിക്കുമോ ഷഹബാസ് ഷെരീഫ്? ആരിഫ് ഹുസൈൻ, ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട മൂർഖൻ പാമ്പുകളുടെയൊക്കെ കുടുംബത്തിന് 1 കോടി വെച്ച് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? മാത്രമല്ല ഈ തകർക്കപ്പെട്ട ക്യാമ്പുകൾ അത് പുനർനിർമ്മിക്കാൻ വേണ്ടിയും കോടികൾ കൊടുക്കുന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടല്ലോ. ഇന്നിപ്പോൾ BSF പറഞ്ഞിരിക്കുന്നത് ഈ മാളത്തിൽ പോയി ഒളിച്ച മൂർഖൻ പാമ്പുകളൊക്കെ ഇപ്പോൾ പുറത്ത് ചാടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഈ ഇന്ത്യ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഉപാധി ഭീകരവാദം അവസാനിപ്പിക്കുക, അതിന് പാകിസ്ഥാൻ തയ്യാറാവില്ല എന്ന് തന്നെയല്ലേ ഇവരുടെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അനുഗ്രഹ ആശീസ്സുകളോടെ തന്നെയായിരിക്കുമല്ലോ ഈ ഭീകരവാദികളൊക്കെ ഇപ്പോൾ വീണ്ടും സജീവമായി പുറത്ത് വന്നിട്ടുണ്ടാവുക. പാകിസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദം എന്ന് പറയുന്ന ഒരു സംഗതിയെ മാറ്റിവെച്ചുകൊണ്ട് ഒരു എക്സിസ്റ്റൻസ് തന്നെ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ അടിസ്ഥാനം ഒരു മതപരമായ ഒരു കാരണം, അവരുടെ ആ ഒരു ആവശ്യങ്ങൾ നമുക്ക് ആവർത്തിക്കുന്നില്ല. അപ്പം അതിൻ്റെ നടത്തിപ്പ് അതെങ്ങനെയാണ് ആ മതം അല്ലെങ്കിൽ അവരുടെ ആശയം അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെടുന്നത്? അത് ടെററൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. നമുക്കാണല്ലോ അത് ടെററിസമായിട്ടും ഒക്കെ അവിടെ തോന്നുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ തീവ്രവാദികൾ ഇവിടെ വന്നുകൊണ്ട് എന്താ ചെയ്തത്? അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ മതം പരിശോധിക്കുന്നു, കലിമ ചൊല്ലിക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കിവിടെ ബുദ്ധിമുട്ടായിരുന്നു. തീവ്രവാദത്തിന് മതമുണ്ടെന്ന് പറയാനും അതുപോലെ അത് പൊക്കിക്കൊണ്ട് ചെയ്തതൊന്നും തന്നെ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ തീവ്രവാദികളെ മാറ്റിവെക്കുക. ഈ പറയുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് ആ ഒരു സന്നാഹം അത് ഒരുക്കുന്ന വേളയിൽ ഈ അസിം മുനീർ അവിടെ നിന്നുകൊണ്ട് സൈനികർക്ക് ക്ലാസ് കൊടുക്കുന്ന വേളയിൽ അവർ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് അതിൽ അവർ ഉപയോഗിക്കുന്നത്? അവരവിടെ പറയുന്നത് എന്താണ് പറയുന്നത്? ഇതേ മതം തന്നെയാണ് പറയുന്നത്. നമ്മളിവിടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിനെ കുറിച്ചും അതല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താണോ ഖുർആനി എന്നൊക്കെ കോട്ട് ചെയ്തിട്ട് പറയുന്നത്, ഏത് സൂറത്താണോ നമ്മൾ അതിനകത്ത് വാക്യങ്ങളാണോ നമ്മൾ പറയുന്നത്, അത് തന്നെയാണ് അസീം മുനീർ അവിടെ പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് മതം കലർന്നു വരുന്നത്, എങ്ങനെയാണ് ഈ ഖുർആൻ ഇതിലേക്ക് വരുന്നത്, എങ്ങനെയാണ് ഇസ്ലാം ഇതിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ ഇങ്ങനെയാണ് അത് കാണുക. ഇങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ലെവലിൽ ഈ സാധനം ഇങ്ങനെയാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നത് മുതൽ
അത് നിലനിൽക്കുന്നത് മുതൽ അതിൻ്റെ ഭാവി പരിപാടി വിഭാവനം ചെയ്യുന്നത് ഉൾപ്പെടെ അതിനുവേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ ഘട്ടത്തിലും എല്ലാം ഓരോ സ്റ്റെപ്പിലും ഓരോ ശ്വാസത്തിലും നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന ആശയം അവിടെ പൊങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ടെറർ ആയതുകൊണ്ട് ഈ ടെറർ മാറ്റിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു രീതി മാറ്റിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ എക്സിസ്റ്റൻസ് ഇല്ല. കാരണം അത് പറഞ്ഞുകൊണ്ട് മാത്രമേ അവർക്ക് നിലനിൽപ്പ് പോലുള്ളൂ. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവിടെയുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുന്നത് തന്നെ എന്താണ്, ഇന്ത്യ വിരുദ്ധതയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോർ എന്ന് പറയുന്നത് കറങ്ങിത്തിരിഞ്ഞ് 47-ലേക്ക് ചെല്ലും, വിഭജനത്തിലേക്ക് ചെല്ലും. അപ്പോൾ ആ ഒരു വികാരം അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതുപോലെയുള്ളൊരു സംഗതി പറയുന്ന സമയത്ത് അവിടെ ടെറർ ഇല്ലാതെ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. പിന്നെ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇതെങ്ങനെ നമുക്ക് ഇതിന്ന് ഊരിയെടുക്കാം, ഇതാണല്ലോ നമ്മുടെ പ്രശ്നം. അങ്ങനെ ടെററുണ്ട്, അതുണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു അജന്മ ശത്രുവായിട്ട് നമ്മൾ അവരെ കാണേണ്ടതുണ്ടോ, ഇതിനെങ്ങനെ പരിഹരിക്കാം, ഇതാണല്ലോ നമ്മുടെ പ്രശ്നം. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സൗഹൃദ രാജ്യം അല്ലെങ്കിൽ ശത്രു രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് അത് എത്രത്തോളം ശരിയാണെന്നാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്. എല്ലാവരും സുഹൃത്തുക്കളാണ് അടിസ്ഥാനപരമായിട്ട്, പക്ഷെ അതിൽ ചില ആളുകൾ ചില കാരണങ്ങൾ കൊണ്ട് അതിനകത്ത് ശത്രുക്കളായിട്ട് മാറുന്നു. ഇങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ മനുഷ്യബന്ധങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത്. എന്ന് പറഞ്ഞ മാതിരി രാജ്യങ്ങളെല്ലാവരും തന്നെ സഹകരിച്ച് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ അതിർത്തികൾക്ക് പോലും വിലയില്ലാതെ മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ യൂറോപ്പിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനൊക്കെ ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് അങ്ങ് പോവുകയാണ്. അവിടെ ഒന്നും ആരും പിടിച്ചു നിർത്തിയിട്ട് മുണ്ടുപൊക്കി നോക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഇത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ചില കാരണങ്ങൾ വരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ പറ്റുമോ ഇല്ലേ, ഇതാണ് നമ്മുടെ പ്രശ്നം. പരിഹരിക്കാൻ പറ്റും, അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നു. അതിൽ ഏറ്റവും മികച്ച മാതൃക അത് വാജ്പേയി ചെയ്തതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ലാഹോർ ഒരു സമാധാന ശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു രീതി 1999-ലാണ്. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഒരു ബസ് യാത്ര നടത്തുന്നു, അവിടെ പോകുന്നു, ചില കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളത്, ഇക്കണോമിക് ആയിട്ടുള്ളത് പലതും നമ്മൾ അവിടെ ചെയ്തു വെച്ചുകൊണ്ട് അതൊക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇതുപോലെ ഇരുന്നൊരു ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടാവില്ല. പക്ഷേ അതാരാണ് അവിടെ തുരങ്കം വെച്ചത്? അത് അഡ്മിറ്റ് ചെയ്യുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നവാസ് ഷെരീഫ് ഒരിക്കൽ അത് തുറന്നു പറയുന്നത് പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ആ ലാഹോർ കരാറിൽ നിന്നും പിന്മാറിയത് ആരാണ് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കരാറ് ലംഘിക്കുക എന്ന് പറയുമ്പോൾ അതിനും ഈ പറയുന്ന മതത്തിലൊരു മാതൃകയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ട്? കാഫിറുകളുമായിട്ടുണ്ടാക്കുന്ന കരാറിന് അത്രേ വിലയുള്ളൂ എന്നതാണ് അതിൻ്റെ കാരണം. ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊന്നുമില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ വസ്തുത. അതിന് അങ്ങനെ വാല്യൂ ഉള്ളൂ എന്നതാണ് അതിൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് അത് പാലിക്കപ്പെടാത്തത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കരാറുകളൊക്കെ വെച്ചാൽ പാലിക്കണ്ടേ എന്നുള്ളത്. ഇപ്പോൾ അവിടെ വീണ്ടും ഇസ്രായേൽ പാലസ്റ്റൈൻ അവിടെയും നമ്മൾക്ക് കാണാം. ഈ അബ്രഹാം അക്കോർഡ്സ് വരുന്നു, അവിടെ അത് പാലിക്കുന്നു. അവിടെ ആ പാലിക്കുന്ന സമയത്ത് അവിടെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു, അതിൻ്റെ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പാകിസ്ഥാനെ ഒരു ആജന്മ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് നമ്മളെല്ലാവരും പാകിസ്ഥാൻ കളിക്കാരെയൊക്കെ ബഹിഷ്കരിക്കണം, ക്രിക്കറ്റ് കളി കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതൊരു റോങ് സെൻസിലേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇതൊരു സമാധാനം വേണം എന്നുള്ളൊരു സെൻസിൽ നമ്മൾ അതിനെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനം തകർക്കുന്ന വിഷയങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം. അത് എത്രമാത്രം സാധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഈ ടെറർ എന്ന് പറയുന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഓരോ ലക്ഷണങ്ങളെ നമ്മൾ പിൻ പോയിന്റ് ചെയ്ത് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത്. അവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ തീവ്രവാദ ബന്ധമുള്ളത്, തീവ്രവാദ സ്വഭാവമുള്ളത്, തീവ്രവാദ കൂട്ടം, തീവ്രവാദ ലേബലിംഗ് നടത്തി അതിനെ മാറ്റി നിർത്തുക, അതിനെ ശിക്ഷിക്കേണ്ടതിനെ ശിക്ഷിക്കുക, അതിനെ തകർക്കേണ്ടതിനെ തകർക്കുക എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ ടെറർ സൈറ്റ്സ് ടാർഗറ്റ് ചെയ്ത് പ്രിസിഷൻ സ്ട്രൈക്കിംഗ് നടത്തുമ്പോൾ അതിനെ നമ്മൾ അനുമോദിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അത് വളരെ അത്യാവശ്യം വേണ്ട കാര്യമാണ്. ഇത് തന്നെയാണ് ഇസ്രായേൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വശം എന്ന് പറയുന്നത് വാജ്പേയി ഒക്കെ തുടങ്ങി വെച്ച ആ ഒരു നീക്കം അത് നമ്മൾ ഇനിയും ഒരു കൺസെർട്ടഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഇനിയും ഒരു ആഗോള സപ്പോർട്ടോടുകൂടി ചെയ്യാൻ സാധിച്ചാൽ ഇന്ന് എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സപ്പോർട്ട് തരാൻ സാധ്യതയുള്ള ഒരു കൂട്ടം രാജ്യങ്ങളുണ്ടെങ്കിൽ അത് അമേരിക്കയൊന്നുമല്ല, അത് മിഡിൽ ഈസ്റ്റിലെ അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും അവർ ഇതുപോലെ ഇങ്ങനെ ഹാച്ച് ഔട്ട് ചെയ്ത് വിടുന്ന ഈ ടെറർ
സംഗതികളും ആ സ്വഭാവമുള്ള സംഗതികളും ഇവിടെ വളർന്നു വന്നാൽ അത് ലോകത്തിന് ഭീഷണിയാകുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആദ്യം ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു മേഖല അത് ഈ മിഡിൽ ഈസ്റ്റിന് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുക ഈ ഹമാസുമായിട്ടുള്ള അവരുടെ ആ തുരങ്ക സൗഹൃദം പോലും നമ്മളിവിടെ കണ്ടു. പോക്കിലേക്ക് ഈ ഹമാസ് വന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ആ ഒരു തരത്തിലുള്ള ഒരു സഹകരണമൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ ഇത് അവിടെയും വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അബ്രഹാം അക്കോർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മിഡിൽ ഈസ്റ്റിലൊരു സമാധാന ശ്രമം സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടെങ്കിൽ സമാനമായ രീതിയിൽ ഒരു അക്കോർഡ്സ് അത് നമുക്ക് ഇവിടെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ആ ബന്ധത്തിലും ഒരു ഊഷ്മളത കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തണം. അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ നമ്മൾ തുറന്നിടണം. അത് നിങ്ങൾ തുടങ്ങി വെക്കണം. അതിന് പറ്റിയൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു നല്ലൊരു പേര് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചരിത്രം, ഈ ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എപ്പോഴും സഹായകമായിട്ട് നിന്നിട്ടുള്ള രണ്ട് നേതാക്കൾ, ഒന്ന് നവാസ് ഷെരീഫും ഒന്ന് വാജ്പേയിയും തന്നെയാണ്. അപ്പോൾ ഒരു ഷെരീഫ് വാജ്പേയി ഒരു അക്കോർഡ്സ് എന്നുള്ള രീതിയിൽ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ ഒരു സംഗതി കൊണ്ടുവന്ന്, പേര് എന്ത് വേണേലും ഇട്ടോളൂ, ഞാൻ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഒരു സംഗതി വെച്ചുകൊണ്ട് ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തി അതിൽ മിഡിൽ ഈസ്റ്റിൻ്റെ സപ്പോർട്ടും കൂടി വന്ന് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതിനകത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഒരു മുന്നേ സഞ്ചരിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ഇതൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഞാൻ പറയാം. അപ്പോൾ എല്ലാ കാലത്തേക്കും ഒരു തീവ്രവാദ ഒരു രാഷ്ട്രമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതെന്നും ഒരു ശത്രുവായിട്ട് കാണണം എന്ന് പറയുന്നത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഷ്കർ ഇ തോയ്ബയിൽ അതിൽ ഫംഗ്ഷൻ ചെയ്തിരുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഹഫീസ് സയ്യിദിനെ അടക്കം അവരെയൊക്കെ അനുഗമിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇന്ന് എക്സ് ലഷ്കർ ഇ തോയ്ബ എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ മേഖലകളിൽ കറങ്ങി നടന്നിട്ട് ഇതിനെതിരെ സംസാരിക്കുന്ന ആളായിട്ട് ഇവിടെ കറങ്ങി നടപ്പുണ്ട്. നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, അവരുടെ കാര്യങ്ങൾ നമ്മൾ വീക്ഷിക്കാറുണ്ട്, അവരൊക്കെ കൊടുക്കുന്ന സന്ദേശമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്ക് ഒരു പാഠം തന്നെയാണ്. അതെന്താണ്, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറയുന്നിടത്ത് ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് അവിടെ കിടപ്പുണ്ട്. അതൊരു ബ്ലോക്ക് തന്നെയാണ്. ആ പ്രശ്നം എന്താണെന്ന് പറയാൻ ഈ ഇസ്ലാമിലെ ഇത്തരം തീവ്രവാദ ആശയങ്ങളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അത് പറയാൻ ഒരു പരിധിവരേക്കും ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്, അവിടെ ഉടനെ വരുന്നൊരു കാര്യമാണ് മുസ്ലിങ്ങൾ അവർക്ക് വേദനിക്കും, അവർ ന്യൂനപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിനെ തടയിടുക. ആ സമയത്ത് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കാണുന്നത് എന്താണ്, അവർ ഏത് വാചകം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന ഒരു സാധനമാണ് മുസ്ലിം ബ്രദർഹുഡാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് അവർ പറയാം. ഏത് വിഷയം, ഏത് തീവ്രവാദ സ്വഭാവമുള്ള സാധനം, ഹമാസ് എടുത്തോ, മുസ്ലിം ബ്രദർഹുഡാണ് അതിൻ്റെ പ്രശ്നക്കാർ. യൂറോപ്പിലെ വിഷയം എടുത്തു നോക്കൂ, അവിടെയും അവർ പറയും മുസ്ലിം ബ്രദർഹുഡാണ് അതിൻ്റെ പ്രശ്നം. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റീസിൽ നടക്കുന്ന വിഷയങ്ങൾ, ആ അക്രമ സ്വഭാവം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലും ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഈ പൊളിറ്റിക്കൽ കമന്റേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് മുസ്ലിം ബ്രദർഹുഡാണ് അതിൻ്റെ പിന്നിൽ നിന്നാണ് പറയുക. എന്ന് പറഞ്ഞ മാതിരി നമുക്കും പറയാൻ കഴിയും. കാരണം എന്താണ്, അത് സത്യമാണ്. കാരണം നമ്മളിവിടെ കണ്ടല്ലോ, ഇവിടെ പൂരത്തിന്റെ ഇടയ്ക്കും ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഇടയ്ക്കൊക്കെ ആനപ്പുറത്തൊക്കെ കയറ്റുന്ന ചില ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ആളുകൾ അസലുൽ ബന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള മാൽക്കം എക്സ് ഇങ്ങനെയുള്ള കുറെ ആളുകളുടെ ചിത്രമൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തീവ്രവാദ ആശയത്തെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഇത് മുസ്ലിം ബ്രദർഹുഡ് ആണെന്ന് പറയുമ്പോൾ മുസ്ലിം ബ്രദർഹുഡിനെ താലോലിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അപ്പൊ അവർക്കത് തള്ളി പറയേണ്ടി വരും. ഇത് ശരിയാണെന്ന് ധരിച്ചിരുന്ന കുറെ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, അവർക്കും അത് തെറ്റാണെന്ന് ബോധ്യപ്പെടും. ഇത് ഒരു വലിയ സംഭവമാണെന്ന് ധരിച്ച് ഇതിന് പിൻബലം കൊടുക്കുന്ന കുറെ ഇടത് കപട മതേതരവാദികളും കപട ഇതുപോലെയുള്ള എന്താണ് മാനവികവാദികളൊക്കെ ആയിട്ട് നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്കും തള്ളി പറയേണ്ടതായിട്ട് വരും. സ്വരാജിനെ പോലുള്ള ആളുകളൊക്കെ തിരുത്തേണ്ടി വരും. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പല ആളുകളും നാക്ക് വിഴുങ്ങേണ്ടി വരും, കോൺഗ്രസ്സുകാർ വിഴുങ്ങേണ്ടി വരും. കാരണം ഇപ്പോൾ ചില കോൺഗ്രസിന്റെ നേതാക്കൾ പോലും ഇത്തരം വേദികളിൽ പോയിരുന്നു. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമരത്തിൽ ഈ ചിത്രവും പൊക്കി പിടിച്ച് നിൽക്കുന്ന വേദിയിൽ കോൺഗ്രസ്സുകാരന് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം വിഴുങ്ങേണ്ടി വരും, ഇതെല്ലാം അവർക്ക് തിരുത്തേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടെത്തിക്കാൻ കഴിയും. ഈ ഒരു വാചകമെങ്കിലും പറഞ്ഞു, നമ്മളിപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന പോലെ ഇസ്ലാമാണ് പ്രശ്നം, ഇതിൽ ഇന്ന ആയത്താണ് പ്രശ്നം എന്ന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ മുസ്ലിം ബ്രദർഹുഡ് ആണ് പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രശ്നമെന്ന് നമുക്ക് ഒരു ദേശീയ തലത്തിൽ തന്നെ നമുക്കത് ആ രീതിയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ മെച്ചം തന്നെയായിരിക്കും. അതോടൊപ്പം അതുമായി കണക്ട് ചെയ്തിട്ടുള്ള തീവ്രവാദ സംഘടനകളെ കൃത്യമായിട്ട് ഇത് തീവ്രവാദ സംഘടനയാണ്, ഇതിനെ കൺട്രോൾ ചെയ്യണം, ഇതിനെ ബാൻ ചെയ്യണം, ഇതിനെ പ്രോസ്ക്രൈബ് ചെയ്യണം എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാനുണ്ട്. ഇപ്പോഴും ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ഇന്ത്യ ബാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതേ ഹമാസ് തന്നെയല്ലേ പോക്കിലേക്ക് വന്ന് ഈ ലഷ്കർ ഇ തോയ്ബയും അതുപോലുള്ള മറ്റ് TRF ഒക്കെ ആയിട്ട് സംസാരിച്ച് ഈ പഹൽഗാം അറ്റാക്കിന് മുന്നേ എല്ലാ കാര്യങ്ങൾക്കും ഒത്താശ ചെയ്തത് അവർ തന്നെയാണെന്ന് നമുക്കറിയാം. എന്നിട്ട് എന്തുകൊണ്ട് ഹമാസിനെ നമ്മൾ ബാൻ ചെയ്യുന്നില്ല? അപ്പോൾ ഹമാസ്, ഞാനൊക്കെ പറയാം, ഇപ്പോഴും നമ്മൾ കേരളത്തിലൊക്കെ ചിലപ്പോൾ ഭൂമി
ആർമി വല്ല റഡാർ സംവിധാനമൊക്കെ വെച്ച് ഒന്ന് സ്കാൻ ചെയ്യുന്നത് നല്ലതാ. തുരങ്കമൊക്കെ പണിതുകൊണ്ടിരിക്കുകയായിരിക്കും, പറയാൻ പറ്റില്ല. അവിടെ കാശ്മീരിലൊക്കെ ഉണ്ടാവുമായിരിക്കും. കാരണം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബേഴ്സ് പല ആളുകളെയും പിടിക്കുന്നു, ചാരപ്രവൃത്തി എന്ന് പറഞ്ഞ് പിടിക്കുന്നു. എന്തും സംഭവിക്കാം. തുരങ്കം ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഉണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ ബലമായിട്ട് സംശയിക്കുന്നത്. കാരണം ആ രീതിയിലാണ് ഇവിടുത്തെ തുരങ്ക സൗഹൃദം കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊരു ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, ലോങ് സ്റ്റോറി ഷോർട്ട് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട പോലെ സമയത്ത് പറയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമ്മൾ ഇങ്ങനെ ഒരു ബനാന ടോക്കായിട്ട് പറയുമെങ്കിലും ഇതാണ് ആ കറക്റ്റ് സമയം. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞു തുടങ്ങുക, ഇപ്പോഴെങ്കിലും ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിൻ്റെ വഴി. അതിനു വേണ്ടിയിട്ടുള്ള ഈ ശ്രമങ്ങൾ, അത് നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി മോദി പറഞ്ഞിറങ്ങിയതാണെങ്കിൽ പോലും അതൊരു ചെറിയ ജസ്റ്ററായിട്ടാണ് നമ്മൾ അന്ന് കളിയാക്കിയെന്നുണ്ടെങ്കിലും അതിന് വലിയ വാല്യൂ ഉണ്ടെന്നാണ് ഞാൻ പറയാം. അത് ഇനിയും അതുപോലുള്ള സംഗതികൾ ചെയ്ത് ഇത് ഈ ശത്രുത കുറയ്ക്കാനുള്ള വഴികൾ കണ്ടത് പാഠപുസ്തകത്തിലടക്കം ഉണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതെല്ലാം ഇന്ത്യ വിരുദ്ധത നമ്മൾ പഠിപ്പിക്കുന്നത്, അത് മോണിറ്റർ ചെയ്ത് അത് കുറയ്ക്കാനുള്ള വഴികൾ നമ്മൾ തേടണം എന്ന് തന്നെയാണ് അതിൽ നമുക്ക് അവസാനമായിട്ടും പറഞ്ഞു വെക്കാനുള്ളത്. പ്രഭാകരൻ സാർ, ആരിഫ് ഹുസൈൻ പറഞ്ഞതുപോലെ പാകിസ്ഥാനെ നന്നാക്കിയെടുക്കാൻ പറ്റുമോ? അതിനുള്ള ഒരു ഉദ്യമം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ജനവിഭാഗവുമാണ്. ഇപ്പം നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ തിയറി പ്രകാരം, ഞാൻ എന്തൊക്കെയാണ് ഗവേഷണം ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു രാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളെക്കാളും കുറച്ചുകൂടെ ഉപരിയായിട്ട് നമ്മൾ കാണണം. രാജ്യത്തെ ഒരിക്കലും നമ്മൾ റോഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരിയല്ല, റോഗ് ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ ജനങ്ങൾ വ്യത്യാസപ്പെട്ടവരാണ്. ഞാൻ പാകിസ്ഥാനിൽ പോയപ്പോഴൊക്കെ കണ്ടിട്ടുള്ള പലരെയും വളരെ നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ അവർക്കും വിഷമങ്ങളുണ്ട്, അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഭീകരവാദമാണ് അവിടുത്തെ കാര്യമായിട്ടുള്ള തൊഴിലുപാധി എന്ന് വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? വേറെ യാതൊരു തരത്തിലുമുള്ള തൊഴിലിന് പോകാനും അവർക്ക് സാധിക്കുന്നില്ല. ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ പാകിസ്ഥാനിൽ എന്നോട് ഒരുപാട് കുട്ടികൾ ഇന്ത്യയിലേക്കൊന്ന് ഞങ്ങളെ കൊണ്ടുപോകാമോ, ഞങ്ങൾക്ക് ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, PG കോഴ്സിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ പലരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കില്ല, കാരണം എനിക്ക് അതിനുള്ള അധികാരമില്ല നിങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി PG കോഴ്സിനൊക്കെ ചേർക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാന്റെ കാര്യം വാസ്തവത്തിൽ ഈ പാർട്ടീഷൻ എന്ന് പറയുന്ന സംഗതി നടന്നതിന് ശേഷം ഏറ്റവും കഷ്ടപ്പെടുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളാണ് എന്നാണ് ഞാൻ പറയുക. ഈ പാർട്ടീഷൻ നടന്നിട്ടില്ലെങ്കിൽ ആ ജനങ്ങൾക്കൊക്കെ ഇതിനേക്കാളും നല്ലൊരു ജീവിതം ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. കാരണം വുഡ് ഹാവ് ബീൻ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാറില്ല. ജീവിതത്തിൽ ഒരു സംഗതിയെ നടക്കുള്ളൂ, അത് വേറൊന്നും നടക്കില്ല. അപ്പൊ ഏത് സംഗതി നടക്കാതെ പോയാലും അതിനനുകൂലമായി വേറൊരു സംഗതി നടക്കും. അങ്ങനെയാണ് നോക്കേണ്ടത്. പക്ഷെ പറയുമ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പറ്റിയ തെറ്റ്, പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ വിഷമം വന്നത് പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായതാണ്. ആ തെറ്റ് ഇപ്പോൾ ബംഗ്ലാദേശ് വരെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ബംഗ്ലാദേശ് തന്നെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പാകിസ്ഥാനെ നന്നാക്കി എടുക്കാൻ പറ്റില്ല, തീർച്ചയായിട്ടും നന്നാക്കി എടുക്കാൻ പറ്റില്ല. നന്നാക്കി എടുക്കാൻ പറ്റുക എന്നുള്ള ഡെഫിനേഷൻ എന്താണ്, നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരിക, അത് സാധ്യമല്ല. പക്ഷെ പാകിസ്ഥാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരവസ്ഥ നമുക്കറിയാം, എനിക്കറിയാം. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അറിയില്ല ഇതിനെപ്പറ്റി. അവർക്ക് അതാണ് പ്രത്യേകത ആയിട്ട് ഞാൻ കാണുന്നത്. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ എന്തൊക്കെയാണ് നഷ്ടം ഓരോ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എന്നാൽ അവർ കുറച്ചുകൂടെ വ്യത്യസ്തമായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറയാം. ആ ശ്രമത്തിലാണ് അവിടുത്തെ ഭരണരീതിയൊക്കെ മാറിയെടുക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒന്നിലധികം ശക്തികളാണ് പാകിസ്ഥാനെ ഭരിക്കുന്നത്. പലതരം ഒരു 5-6 ശക്തികളുണ്ട്, അതിൽ 1-2 പുറത്താണ്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം പാകിസ്ഥാനിലെ അതൊന്നും പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അറിയില്ല, ജനങ്ങളെ ഭരിക്കുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ വന്ന് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കണം. അപ്പൊ ഇന്ത്യയാണ് പാകിസ്ഥാനെ നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ട് പാകിസ്ഥാന് നമ്മളാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. അത് സാധിക്കുമോ? അതൊന്നും അത്ര എളുപ്പമല്ല, കാരണം നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് താമസിക്കുന്ന നമ്മളൊക്കെ, ഇന്ത്യക്കാരായ നമുക്കൊക്കെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നല്ലൊരു ഗവൺമെന്റ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങളിൽ വരുന്ന കഷ്ടപ്പാടവും തീർക്കാനുള്ള വ്യക്തികളല്ല നമ്മൾ. നമുക്ക് നല്ലൊരു ഗവൺമെന്റ് ഉണ്ടായാൽ ആ ഗവൺമെന്റിനെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് എങ്ങനെയാണ് ഭരിപ്പിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ നോക്കേണ്ടത്. കാരണം ജനങ്ങളാണല്ലോ ഇവരുടെ ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഗതി നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തരക്കേടില്ലാത്തൊരു ഗവൺമെന്റ് നമുക്കുണ്ട്.
ആ ഗവൺമെന്റിനെ നമുക്ക് വിശ്വസിക്കാം. ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പ്രവൃത്തിക്കും അവർ പോവില്ല. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് അതും നമ്മൾ മനസ്സിലാക്കണം. വളരെ 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 കാലമായിട്ടുള്ള ലോങ്ങസ്റ്റ് ഹ്യൂമൻ കണ്ടിന്യൂം ആയിട്ടാണ് ഞാൻ ഇന്ത്യയെ കാണുന്നത്. ഇന്ത്യയുടെ എന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം തുടങ്ങിയത് നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്, അത് പൊട്ടിപ്പോയിട്ടില്ല, അതിന്റെ കണ്ടിന്യൂം നഷ്ടപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് പാകിസ്ഥാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് തന്നെ 1947 അതിനുശേഷം 1971 ഒന്ന് മുറിഞ്ഞു. ആ മുറിയിൽ പാകിസ്ഥാൻ രണ്ടാമതും മാറി. ഇപ്പോഴത്തെ പാകിസ്ഥാൻ 2.0 എന്ന് പറയാം. ഞാൻ അങ്ങനെയാണ് പറയാറ് സാധാരണ. എന്നാൽ മാത്രമേ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ കുട്ടികൾക്കൊക്കെ. വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളൊക്കെ നാഷണൽ സെക്യൂരിറ്റിയെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ നിന്ന് പോയതാണ്. അത് പിന്നീട് മുറിഞ്ഞു പോയി. ഇനിയും മുറിയുമോ എന്നുള്ളതാണ്. ഇനിയും മുറിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ലോകത്തിലെ ഏറ്റവും കണ്ടിന്യൂറ്റി കുറഞ്ഞ രാജ്യമാണ് സൗത്ത് സുഡാൻ എന്ന് പറയാം, അല്ലെങ്കിൽ സൊമാലിയ എന്ന് പറയാം. കാരണം സൊമാലിയ പൊളിഞ്ഞിട്ട് പിന്നീട് രണ്ടാമതും വന്നത് രാജ്യമാണ്. അമേരിക്കയാണ് കണ്ടിന്യൂം, വേറൊരു കണ്ടിന്യൂ. അത് 250 വർഷങ്ങളായിട്ടില്ല. അടുത്ത വർഷം അത് 250 വർഷമാവും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ കണ്ടിന്യൂറ്റിക്ക്. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ എത്രയോ കാലങ്ങളായി, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു കണ്ടിന്യൂമാണ്. ഈ കണ്ടിന്യൂം തിയറി എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാന വിഷയമാണ് ജിയോ സ്ട്രാറ്റജിയിൽ. ഞാൻ അതിനെപ്പറ്റി പറയാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പാകിസ്ഥാനെ ശരിയാക്കാൻ നമുക്ക് പറ്റില്ല, പഠിപ്പിക്കാനും നമുക്ക് പറ്റില്ല. കാരണം നമ്മളും പാകിസ്ഥാനുമായി അങ്ങേ അറ്റത്തെ വ്യത്യാസമുണ്ട് ജനങ്ങളിൽ. അപ്പോൾ ഈ പാകിസ്ഥാൻ എങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിൽ വരികയാണെങ്കിൽ, പാകിസ്ഥാന് ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്ന് പാകിസ്ഥാന് മനസ്സിലാവുകയാണെങ്കിൽ, പാകിസ്ഥാൻ ഒരുപക്ഷെ പല മാറ്റങ്ങളും വരാം. പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാണെന്നാണ് പലരും പറഞ്ഞു വന്നത്. ന്യൂക്ലിയർ രാജ്യമല്ല പാകിസ്ഥാൻ. ന്യൂക്ലിയർ ആയുധങ്ങൾ സ്റ്റോർ ചെയ്യുന്ന രാജ്യമാണ്. ഏതോ ഒരു രാജ്യത്തിന് വാടക ാണ് ക്ലോക്ക് റൂം വാടക കൊടുക്കുന്ന മാതിരി. അത് എത്രയോ വർഷങ്ങളായിട്ട് ഒരു മിസ്റ്റർ ഡോക്ടർ ഖാൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അതേസമയം സുൽഫിക്കർ അലി ഭൂട്ടോ പോയിട്ട് ആണ് ആദ്യം അവിടെ ന്യൂക്ലിയർ ആയുധ പരീക്ഷണം നടത്തി എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ നടത്തിയത് കൊണ്ടാണ് സുൽഫിക്കർ അലി ഭൂട്ടോ ചെയ്തതെന്നൊക്കെ പറയാറുണ്ട്. അതൊന്നും ശരിയല്ല. പാകിസ്ഥാൻ ഒരു അണ്വായുധ രാജ്യമല്ല. അണ്വായുധങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അതായത് നിങ്ങളുടെ വീട്ടിലെ ഗാരേജിൽ വേറൊരാളുടെ കാറ് പാർക്ക് ചെയ്ത മാതിരി. അതിനെയാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിൽ പലർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം അത് എവിടെയാ ഉള്ളത്, നമുക്കറിയാം. അതൊക്കെ നമ്മളിപ്പോ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പാകിസ്ഥാനെ ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ ആര് വേണം? പാകിസ്ഥാന്റെ കൂടെയുള്ളവർ വേണം. ആ കൂടെയുള്ളവർ ആരൊക്കെയാണ്? അതാണ് ഇപ്പം ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞത്. ഞാൻ വളരെ അങ്ങേയറ്റം അതുമായിട്ട് ഞാൻ യോജിക്കുന്നുണ്ട്. അതുപോലെയുള്ള ആളുകൾ, അതുപോലെയുള്ള വ്യക്തികൾ, അതുപോലെയുള്ള ഭരണാധികാരികൾ പാകിസ്ഥാനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയോട് അടുത്ത് പോകുന്നതാണ് പാകിസ്ഥാൻ നല്ലത്. ഇന്ത്യക്കാർക്ക് മാത്രമേ പാകിസ്ഥാനെ സഹായിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഒരു പക്ഷേ സാധിക്കും. അതിന് എത്രയോ വർഷങ്ങൾ ഇനിയും എടുക്കും. അതിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ നശിച്ചു പോകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് പറയാൻ പറ്റില്ല ഇപ്പോഴും. ഓക്കെ മോഹൻ സാർ, സമയമില്ല, ഒരു മിനിറ്റ്. ഇവിടെ ഇതൊരു പാകിസ്ഥാനെ ചേഞ്ച് ചെയ്ത് ഇന്ത്യ സൗഹൃദമാക്കിയെടുക്കാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ജനുസ് തന്നെ മാറ്റിയെടുക്കുന്നതിന് തുല്യമാണ്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഹൂം ഡു വി അഡ്രസ്, ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മൾ പാകിസ്ഥാൻ സൈന്യത്തെയാണോ, ഇപ്പോഴത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണോ, അതോ ജനങ്ങളെയാണോ? എനിക്ക് തോന്നുന്നത് ഇതിന് സൈന്യത്തെ മാറ്റി നിർത്തി ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാൻ തക്ക രീതിയിൽ ജനമനസ്സുകളിൽ ഒരു ചേഞ്ചിൻ്റെ വിത്ത് പാകുക. ഇതത്ര എളുപ്പം, ഇത് തിയറൈസ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. ഈ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസം തകർന്നത് എങ്ങനെയാണ്? അമേരിക്കയുടെ അതിശക്തമായ ഒരു പ്രൊപ്പഗാൻഡ മെഷീനറി അവിടെ വർക്ക് ചെയ്തു. ആഭ്യന്തരമായി ഉണ്ടായ ഒരു ചേഞ്ച്, ഗോർബച്ചേവ് കൊണ്ടുവന്ന ഒരു ചേഞ്ച്. ഇതുപോലെ രാഷ്ട്രീയ സ്പെക്ട്രത്തിൽ ഇമ്രാൻഖാൻ ആകട്ടെ മറ്റേതെങ്കിലും ആകട്ടെ ഇന്ത്യ വിരുദ്ധതയിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു രാഷ്ട്രീയ ടേസ്റ്റ് അവിടെ വരികയും അതിനെ നട്ടു നനച്ച് വളർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ആർമിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും സൈന്യത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഒരു വ്യവസ്ഥിതിയെ മോചിപ്പിക്കണം എന്ന ഒരു മുറവിളി തെരുവുകളിൽ നിന്നുണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ സൈന്യം പാകിസ്ഥാന്റെ ആസ്തികളെ കാർന്ന് തിന്നുന്ന ഒരു ക്യാൻസർ ആയിരുന്നു. അവരെ ഇതുവരെ നമ്മൾ ചുമക്കുകയായിരുന്നു. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളുടെയും അടിസ്ഥാനം ഈ സൈന്യം തിന്നു കൊഴുത്ത് വളർന്നതാണ്. സൈന്യം ആവശ്യമാണ്, തീർച്ചയായിട്ടും
സൈന്യം ബാരക്കുകളിൽ ഒതുങ്ങേണ്ടതാണ്, Yes. അല്ലാതെ വ്യവസ്ഥയെ നയിക്കേണ്ടതല്ല. ഈ ബോധം ജനതയ്ക്കുണ്ടാകുന്ന രീതിയിൽ മറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ, അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ, സഹോദര ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ ആ കാര്യം ഷെയർ ചെയ്യുക. അത് പാകിസ്ഥാൻ ജനത മനസ്സിലാക്കുക. അങ്ങനെ മാത്രമേ ഒരു ചേഞ്ച് ഉണ്ടാകൂ. അല്ല എങ്കിൽ ഈ DNA ഇതുപോലെ തന്നെ നിൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ബോധ്യവും പാകിസ്ഥാൻ ജനതയ്ക്ക് ഉണ്ടാവും എന്ന് പ്രത്യാശിക്കാം. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.